السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين، أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കേൾക്കുന്നതിനു വേണ്ടിയുള്ള ഈ ഇരുത്തം അവൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന സ്വാലിഹായ അമലാക്കി തീർക്കുമാറാകട്ടെ. ഈ ഒരു സദസ്സ് രണ്ട് നിലക്ക് ആകാശവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തേത്, ഇവിടെ ചർച്ച ചെയ്യുന്നത്, ഇവിടെ പരാമർശിക്കപ്പെടുന്നത് ഖുർആനും സുന്നത്തുമാകുന്ന വഹ്യാണ്. രണ്ടാമത്തേത്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കൽ ഓർക്കപ്പെടുന്ന, അവൻ്റെ അടുക്കൽ പരാമർശിക്കപ്പെടുന്ന സദസ്സായി പ്രതീക്ഷിക്കപ്പെടാവുന്ന സദസ്സാണ്. ഈ രണ്ട് നിലക്ക് ഈ സദസ്സ് ആകാശബന്ധിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീനഹ വഗശ്യത്ഹുമുർ റഹ്മഹ വഹഫത്ഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. ഒരു ചെറു സംഘം ആളുകൾ അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽപ്പെട്ട ഒരു മസ്ജിദിൽ ഒരുമിച്ച് കൂടുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ദീൻ ചർച്ച ചെയ്യുകയും ചെയ്താൽ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം അവർക്ക് ഇറങ്ങാതിരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവരെ വലയം ചെയ്യാതിരിക്കുകയില്ല. മലക്കുകൾ അവരെ പൊതിയാതിരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഖറബീങ്ങളായ മലക്കുകൾക്കിടയിൽ ഇവരെക്കുറിച്ച് പറയാതിരിക്കുകയില്ല. അപ്പോൾ നോക്കൂ, ഇത്തരത്തിൽ ഒരുപാട് ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതിനു വേണ്ടി, കേൾക്കുന്നതിനു വേണ്ടി കൂടിയിരിക്കുക എന്നുള്ളത്. ഈ ഹദീസിൽ പറഞ്ഞ ശ്രേഷ്ഠതകൾ നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മുടെ നിയ്യത്ത് നല്ല നിയ്യത്തായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അമലുകളെല്ലാം പരിഗണിക്കപ്പെടുക, അത് സ്വീകരിക്കപ്പെടുക, അതിന് പ്രതിഫലം നൽകപ്പെടുക നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ വ്യക്തികളും അവൻ എന്താണോ നിയ്യത്താക്കിയത്, ഉദ്ദേശിച്ചത്, അതല്ലാതെ അവന് മറ്റൊന്നുമില്ല. അപ്പൊ നമുക്ക് പ്രതിഫലം ലഭിക്കണമെന്നുണ്ട് എങ്കിൽ നമുക്ക് നല്ല നിയ്യത്ത് വേണം, ഇഖ്ലാസുള്ള നിയ്യത്ത് വേണം. നല്ല നിയ്യത്തുണ്ടെങ്കിലേ നമുക്ക് ഇതിൽ നിന്ന് പ്രതിഫലം ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു കർമ്മല്ല, ഏത് കർമ്മാകട്ടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇഖ്ലാസിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് സലഫുകളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞത്, മാ അലജ്തു ശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി. ഞാൻ എൻ്റെ നിയ്യത്തിനെ ശരിയാക്കുന്നത് പോലെ മറ്റൊരു കാര്യം ശരിയാക്കാനും ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ലിഅന്നഹാ തതഖല്ലബു അലയ്യ. അതിങ്ങനെ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, അത് വേറെ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കും. ഒരു രൂപത്തിൽ ശരിയാക്കി കഴിഞ്ഞാൽ മറ്റൊരു രൂപത്തിൽ വീണ്ടും നിയ്യത്ത് മാറിപ്പോകും.
അതുകൊണ്ട് നീയത്തിനെ ഞാൻ ശരിയാക്കുന്ന വിഷയത്തിൽ കഷ്ടപ്പെട്ടതുപോലെ വേറൊരു വിഷയവും ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ആമുഖമായി എന്നോട് നിങ്ങളോടൊക്കെ ഇഖ്ലാസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, നീയത്തിന്റെ ശുദ്ധിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ നീയത്ത് അത് ശരിയല്ല എങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു ഫലവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിച്ചതായി കാണാം, ഇഖ്ലാസ് ഇല്ലാതെ പ്രവർത്തനം ചെയ്ത ആളുകൾ അവർ ഉപമ എന്ന് പറഞ്ഞാൽ കല്ലദി യംലഉ ജറാബഹു റംലൻ യുസ്ഖിലുഹു വലാ യൻഫഉഹു. അവന്റെ ഭാണ്ഡം, യാത്രയിൽ അവൻ ഉപയോഗിക്കുന്ന അവന്റെ ഉപകരണങ്ങൾ വെക്കുന്ന ഭാണ്ഡം നിറയെ അവൻ മണല് കോരിയിടുന്നവനെ പോലെയാണ്. ആ മണല് യാത്രയിൽ ഒരു നിലക്കും അവന് ഉപകാരം ഉണ്ടാവുകയില്ല, പക്ഷെ അത് മൊത്തം അങ്ങനെ വഹിച്ചു നടക്കേണ്ടി വരും. അതുപോലെയാണ് ഇഖ്ലാസ് ഇല്ലാതെ പ്രവർത്തിച്ചവന്റെ ഉപമ എന്ന് അദ്ദേഹം പറഞ്ഞു തരികയാണ്. നമ്മൾ ഇഖ്ലാസ് ഉള്ള ആളുകളാകുക. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മളെ നീയത്ത് നമ്മൾ പരിശോധിക്കുക. ഒരുപാട് നീയത്തുകൾ നമുക്ക് ഈ ഒരു സദസ്സിൽ നിന്ന് വെക്കാൻ പറ്റും. നമ്മളിവിടെ പള്ളിയിൽ ഇരിക്കുകയാണ്, പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന നീയത്ത് നമുക്ക് വെക്കാം. കുറച്ചു നേരമാണെങ്കിലും അള്ളാഹുവിന്റെ മസ്ജിദിൽ നമ്മൾ മാറിയിരിക്കണം, ദീൻ പഠിക്കണം. ഇഅ്തികാഫിന്റെ നീയത്ത് നമുക്ക് വെക്കാം. ഇവിടെ ഏകദേശം മഗ്രിബ് വരെ, അതല്ലെങ്കിൽ അസറിന് ശേഷം മഗ്രിബ് വരെ നമുക്ക് ദർസുണ്ടായിരിക്കും. ഓരോ നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത് അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. റിബാത്ത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തിയ റിബാത്താണ് എന്നാണ്. അള്ളാഹുവിന്റെ ഇസ്ലാമിക രാജ്യങ്ങൾ അതിന്റെ അതിർത്തി കാക്കുന്നതിനാണ് റിബാത്ത് എന്ന് പറയാം. അത്തരം ജിഹാദിനോളം മഹത്വമുള്ള ഒരു കർമ്മമായിട്ടാണ് നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, നിസ്കാരത്തിന് ശേഷം അടുത്തൊരു നിസ്കാരം വരെ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത് അതവൻ നിസ്കാരത്തിലായിരിക്കുന്നത് പോലെ ആയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൽമ് കേൾക്കുക, അത് മനസ്സിലാക്കുക, അങ്ങനെ ഒരുപാട് നിയ്യത്തുകൾ ഈ ഒരു ചെറിയ ഒരു അമൽ കൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റും. അതിനോളം ഒരുപാട് പ്രതിഫലവും നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം നിയ്യത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കാൻ പറ്റും. നിയ്യത്തിന്റെ വിഷയത്തിൽ നമ്മൾ അലംഭാവം കാണിച്ചാൽ നമ്മുടെ പരിശ്രമങ്ങളെല്ലാം അത് പാഴായി പോവുകയും ചെയ്യും എന്നുള്ളതാണ്. അതാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളിവിടെ കുറച്ച് സമയം ദീൻ പഠിക്കാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി മാറിയിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട മര്യാദകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ ഒരു മര്യാദയാണ് ഇവിടെ പറയപ്പെടുന്ന വിഷയങ്ങൾ, ഇവിടെ പറയപ്പെടുന്ന ആയത്തുകൾ, ഹദീസുകൾ, ഇൽമിന്റെ മറ്റ് കാര്യങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്. അത് ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ അത് ഇൽമിനുള്ള ബഹുമാനമാണ്. അത് നമ്മളിവിടെ പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനും ഹദീസുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, പറയുന്നത്, സംസാരിക്കുന്നത്. ഖുർആനെയും ഹദീസിനെയും ബഹുമാനിക്കലാണത്, ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അവ്വലുൽ ഇൽമി അന്നിയ്യ. ഇൽമിന്റെ ഒന്നാമത്തെ പടി എന്നാൽ നല്ല നിയ്യത്തുണ്ടായിരിക്കുക എന്നുള്ളതാണ്. സുമ്മൽ ഇസ്തിമാ, പിന്നീട് നന്നായി കേൾക്കുക എന്നുള്ളതാണ്. സുമ്മൽ ഹിഫ്ദ്, പിന്നെ അത് ഹിഫ്ദാക്കുക എന്നുള്ളതാണ്. ഒന്നാമതായി നന്നായി കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ തന്നെ നമുക്കറിയാത്ത കാര്യങ്ങൾ പറയപ്പെടുമ്പോൾ, അറിയാത്ത കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മളത് രേഖപ്പെടുത്തി വെക്കുക, എഴുതി വെക്കുക എന്നുള്ളത് നല്ലൊരു ഇൽമിനോടുള്ള മര്യാദയിൽപ്പെട്ടതാണ്. പിന്നീട് ഓർത്ത് വായിക്കുവാൻ, ഹിഫ്ദാക്കുവാൻ. നമ്മൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞ ആ വാചകത്തിലുള്ളത് ഇൽമിന്റെ രണ്ടാമത്തെ പടി അത് ശ്രദ്ധിച്ച് കേൾക്കുക. മൂന്നാമത്തെ പടി ഹിഫ്ദാക്കുക എന്നുള്ളത്. ഹിഫ്ദാക്കണമെങ്കിൽ എന്ത് വേണം? എഴുതി വെക്കണം. എഴുതി വെച്ചിട്ടില്ല എങ്കിൽ ഹിഫ്ദാക്കാൻ പറ്റില്ല. നമ്മൾ കേട്ടു പോയി, പിന്നെ എന്താണ് ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മ ഉണ്ടാകൂല. ഹിഫ്ദാക്കണമെങ്കിൽ, അത് ഓർത്തെടുക്കണമെങ്കിൽ അത് എഴുതി വെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്.
പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അൽ ഇൽമു സൈദുൻ വൽ കിതാബത്തു ഖൈദുഹു. ഇൽമ് എന്നുള്ളത് ഒരു വേട്ടമൃഗത്തിനെ പോലെയാണ്. വൽ കിതാബത്തു ഖൈദുഹു, എഴുതി വെക്കുക എന്നുള്ളത് ആ വേട്ടമൃഗത്തിനെ കെട്ടിയിടുന്നത് പോലെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വേട്ടമൃഗത്തിനെ നിങ്ങൾ ഖയ്യിദ് സുയൂദുക ബിൽ ഹിബാലിൽ വാസിഖ, ശക്തമായ കയറുകൊണ്ട് നിങ്ങൾ ബന്ധിച്ചു വെക്കുക എന്ന് ഉലമാക്കൾ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ശ്രദ്ധിച്ചു കേൾക്കുക, നല്ല നിയ്യത്തുണ്ടായിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ തന്നെ അത് എഴുതി വെക്കുക, അതിനുശേഷം പിന്നെ മുറാജഅ ചെയ്യുക, അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക, മനഃപ്പാഠമാക്കുക എന്നുള്ളതൊക്കെ നല്ല മര്യാദകളിൽപ്പെട്ട കാര്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് നമ്മൾ കുറച്ചധിക സമയം ഇതിനു വേണ്ടി മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. തൗഹീദ് ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സംസാരത്തിലൂടെ വിവരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും ചിലരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും തൗഹീദ് ശിർക്ക്, ഒരുപാടായത് കേൾക്കുന്നു, നമ്മളൊക്കെ തൗഹീദ് അറിയുന്ന ആളുകളാണ്, ശിർക്കിനെ കുറിച്ച് ബോധമുള്ള ആളുകളാണ്, പിന്നെ എന്തിന് ഇത്തരം ആളുകളുള്ള സദസ്സിൽ തൗഹീദിനെ കുറിച്ച് ശിർക്കിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളൊരു ചിന്ത പലപ്പോഴും ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. എന്നാൽ സഹോദരങ്ങളെ, ഇത് ശൈത്താനിൻ്റെ വലിയ വഞ്ചനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. തൗഹീദ് കൂടുതൽ പഠിക്കുന്നതിൽ ഒരു വിരക്തി ഉണ്ടാവുക എന്നുള്ളത് ഉലമാക്കൾ പഠിപ്പിച്ചതുപോലെ അത് ശൈത്താനിൻ്റെ ഏറ്റവും വലിയ വസ്വാസാണ്. മുവഹിദുകളായ ആളുകൾക്ക് ബാധിക്കുന്ന ശൈത്താനിൻ്റെ ഒരു ചതിയാണത്, ഒരു കെണിയാണത്. എന്തിനാ ഇനി കുറെ തൗഹീദ് പഠിച്ചിട്ട് കുറെ കേട്ടതല്ലേ എന്നുള്ളത്, അത് ശൈത്താൻ ഉണ്ടാക്കുന്ന തോന്നലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ തൗഹീദുമായി ബന്ധപ്പെട്ട് ശിർക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശുബ്ഹത്തുകൾ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശുബ്ഹത്തുകളിൽ പല സാധാരണക്കാരായ തൗഹീദുള്ള ആളുകളും പതറിപ്പോകുന്ന തരത്തിൽ ശുബ്ഹത്തുകൾ നമ്മൾ ഇന്ന് കാണുകയാണ്. ഇല്ല, ഷിർക്കാണ് ചെയ്യുന്നത്, പക്ഷെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇതാണ് തൗഹീദാണ് എന്നാണ്. ഷിർക്ക് പഠിപ്പിച്ചിട്ട് ഇത് തൗഹീദാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു അവസരം, ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ തൗഹീദ് കൂടുതലായി പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മംലക്കയിലെ, സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ, മസ്ജിദുൽ ഹറാമിലെ, മസ്ജിദുൽ നബവിയിലെ പണ്ഡിതന്മാർ, അവർ ഷിർക്കിന്റെ ഒരു അടയാളം പോലും അവിടെ കാണാൻ സാധിക്കൂല, ഒരു ഷിർക്കിന്റെ ഒരു പുൽക്കൊടി പോലും അവിടെ കാണാൻ സാധിക്കില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുകളിൽ തൗഹീദ് നിരന്തരമായി വിശദീകരിച്ചുകൊണ്ടിരിക്കുക. കിതാബു തൗഹീദ്, ഖവായിദുൽ അർബ, അൽ ഉസൂലു സലാസ, കശ്ഫു ശുബ്ഹാത്ത്, ഇങ്ങനെ തുടങ്ങി തൗഹീദിന്റെ വിശദവും ചുരുക്കവും അടങ്ങുന്ന ഒരുപാട് കിതാബുകൾ അത് വിശദീകരിച്ച് പിന്നെയും വിശദീകരിക്കാൻ, ഒരു വിശദീകരണം തീർന്നു കഴിഞ്ഞാൽ വിശദമായി പിന്നെയും വിശദീകരിക്കാൻ, വീണ്ടും ആദ്യം മുതൽ തുടങ്ങാൻ. ഒരു ഷെയ്ഖ് കഴിഞ്ഞാൽ അടുത്ത ഒരു പണ്ഡിതൻ. നോക്കൂ, ഷിർക്ക് തീരെയില്ലാത്തൊരു നാട്ടിൽ അവിടുത്തെ ഉലമാക്കൾ ജനങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതിന്റെ പ്രാധാന്യം അത്രത്തോളം ഉള്ളത് കൊണ്ടാണ്. അതിൽ നമുക്ക് വലിയ പാഠമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇത്തരത്തിലുള്ള ചിന്ത നമ്മളെ മനസ്സിലേക്ക് വരുന്നുണ്ട് എങ്കിൽ നമ്മൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. തൗഹീദുമായി ബന്ധപ്പെട്ട ദീനിലെ തെളിവുകൾ അത് എത്രത്തോളം ഹൃദ്യസ്ഥമാക്കി, അതല്ലെങ്കിൽ അത് കൃത്യമായി നമ്മളെ മനസ്സിൽ നമ്മൾ കുറിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇരിക്കുന്ന കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് തൗഹീദുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഷിർക്കുമായി ബന്ധപ്പെട്ട മസ്അലകൾ, വിവിധങ്ങളായ അടിസ്ഥാനങ്ങൾ, അത് പിന്നെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തെളിവോടുകൂടി ആരൊക്കെയാണ് കൃത്യമായി ലൊബത്ത് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഈ വിഷയത്തിൽ നമുക്ക് എത്രത്തോളം ജഹിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൗഹീദിന്റെ അടിസ്ഥാന പാഠങ്ങൾ, അതിന്റെ തെളിവുകൾ എത്രത്തോളം നമുക്കറിയാം. ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിന്റെ അടിസ്ഥാനങ്ങൾ, അതിന്റെ തെളിവുകൾ നമ്മൾ എത്രത്തോളം കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്.
ഏതൊക്കെ കാര്യങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും, എത്രത്തോളം നമ്മൾ അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ അജ്ഞത നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തൗഹീദ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ശിർക്ക്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു തൗഹീദിനെ ശിർക്കായും ശിർക്കിനെ തൗഹീദായും ജനങ്ങൾക്കിടയിൽ, ആളുകൾക്കിടയിൽ, ഇവിടെ ഉമ്മത്തിലെ പുരോഹിതന്മാർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ഉതിർത്തുവിടുന്ന തെളിവുകൾ, അതിൻ്റെ നിരർത്ഥകത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവർ ശുബ്ഹത്തുകൾ, അതിൻ്റെ യാഥാർത്ഥ്യം, അവർ പടച്ചുവിടുന്ന സംശയങ്ങൾ, അവർ ഉണ്ടാക്കുന്ന ന്യായീകരണങ്ങൾ, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവരുടെ ആ സംശയങ്ങളിൽ, അവരുടെ ശുബ്ഹത്തുകളിൽ, അവരുടെ അസത്യത്തിൽ, ബാത്തിലിൽ നമ്മൾ വഞ്ചിതരാകാതിരിക്കുന്നതിന് വേണ്ടി അത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് തൗഹീദിനു വേണ്ടിയാണ്. അല്ലാഹു പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യന്മാരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇവിടെ മാത്രം എന്ന് തന്നെ നമ്മൾ പറയണം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനാണ് ജിന്നുകളെയും മനുഷ്യന്മാരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നല്ല, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുവാൻ. മഹാനായ മുഫസ്സിർ, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പ്രായത്തിൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതാണ്. എന്ത്? അല്ലാഹുമ്മ അല്ലിംഹു അത്തഅ്വീൽ വഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു ഇദ്ദേഹത്തിന് ദീനിൽ ഫിഖ്ഹ് കൊടുക്കണേ, ഖുർആനിന്റെ വ്യാഖ്യാനം ഇദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണേ. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതിന്റെ ഫലമായി പിന്നീട് റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാനിക്കുന്ന ആളുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളായി മാറിയ ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ ലിയുവഹിദൂൻ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി. മാത്രമല്ല, അദ്ദേഹം പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട അസലുണ്ട്, അതറിയാത്ത ആളുകൾ രേഖപ്പെടുത്തി വെക്കണം. അദ്ദേഹം പറഞ്ഞു, കുല്ലു മാ ജാഅ ഫിൽ ഖുർആനി ഫീ കലിമത്തിൽ ഇബാദത്തി ഫഹിയ ബിമഅന തൗഹീദ്. വിശുദ്ധ ഖുർആനിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട വാക്കുകൾ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും എന്ന് പറഞ്ഞാൽ യാ അയ്യുഹന്നാസ് വഹിദു റബ്ബക്കും. ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ ലിയുവഹിദൂൻ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്നുള്ളതാണ് വിവരിക്കപ്പെടുന്നത്. അപ്പൊ തൗഹീദിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ വളരെ ലഘുവായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി ബിമാ യഖ്തസ്സു ബിഹി, അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹുവിൻ്റെ ഇബാദത്ത്, അള്ളാഹുവിന് മനുഷ്യന്മാർ നൽകുന്ന ഇബാദത്ത്, അത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായതാണ്. അതിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ, സൃഷ്ടിപ്പ്, ജീവിപ്പിക്കുക, മരിപ്പിക്കുക, ഉപജീവനം കൊടുക്കുക, അതുപോലെ തന്നെ ലോകത്തിനെ നിയന്ത്രിക്കുക, ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതിൽ അള്ളാഹുവിനെ മാത്രം ഏകനാക്കുക. അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ, അത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായതാണ്. അത് അള്ളാഹുവിന് മാത്രമാക്കുക. ഇഫ്റാദുല്ലാഹി ബിമാ യഖ്തസ്സു ബിഹി, അള്ളാഹുവിന് മാത്രം പ്രത്യേകമാകുന്ന കാര്യങ്ങളിൽ അവനെ ഏകനാക്കുക. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഈ തൗഹീദ് 3 ഇനങ്ങളാണുള്ളത്. ഒന്നാമത്തേത്
തൗഹീദുർ റുബൂബിയ്യ, അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ അവനെ ഏകനാക്കുക. അഥവാ അള്ളാഹു മാത്രമാണ് റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ് സൃഷ്ടിക്കുന്നവൻ, അള്ളാഹു മാത്രമാണ് നിയന്ത്രിക്കുന്നവൻ, അള്ളാഹു മാത്രമാണ് റിസ്ഖ് നൽകുന്നവൻ. അൽ ഖാലിഖ്, അർ റാസിഖ്, അൽ മുദബ്ബിർ, മറ്റു പല വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പണ്ഡിതന്മാർ ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തൗഹീദുർ റുബൂബിയ്യ, അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ഉപജീവനം നൽകുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് നിയന്ത്രിക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് മരിപ്പിക്കുക, ജീവിപ്പിക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക, അതാണ് തൗഹീദുർ റുബൂബിയ്യ. രണ്ടാമത്തെ ഇനം തൗഹീദുൽ ഉലൂഹിയ്യയാണ്. തൗഹീദുൽ ഉലൂഹിയ്യ, അള്ളാഹു മാത്രമാണ് ഇലാഹ്. അള്ളാഹുവിൻ്റെ ഉലൂഹിയ്യത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക. നമ്മൾ ആദ്യം പറഞ്ഞത് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളതാണെങ്കിൽ ഈ പറഞ്ഞത് എന്താണ്? അടിമകളുടെ പ്രവർത്തനങ്ങളായ ഇബാദത്തുകളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. രണ്ടാമത്തേത് മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ ഹക്കായ ഇബാദത്തുകളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. ഇതാണ് തൗഹീദു അൽ ഉലൂഹിയ്യ. മൂന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ അസ്മാകൾ, സിഫാത്തുകൾ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുക. അള്ളാഹുവിന് യോജിക്കാത്ത കുറവുകളിൽ നിന്ന്, ന്യൂനതകളിൽ നിന്ന് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നാമങ്ങളെ, അവൻ്റെ വിശേഷണങ്ങളെ നിഷേധിക്കാതെ, അതിനെ ദുർവ്യാഖ്യാനിക്കാതെ, അതിന് രൂപം പറയാതെ അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തി കൊടുക്കുക. ഇതാണ് തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്ത്. ഇതാണ് തൗഹീദിന്റെ 3 ഇനങ്ങൾ. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. തൗഹീദുൽ ഉലൂഹിയ്യ, മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ ഹക്കായ, അള്ളാഹുവിൻ്റെ അവകാശമായ ഇബാദത്തുകളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. ഇത് 3 വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പഠിപ്പിക്കപ്പെട്ട തൗഹീദിന്റെ ഇനങ്ങളാണ്. ഇതിനെ ചില ആളുകൾ എതിർത്തിട്ടുണ്ട്. തൗഹീദിനെ അങ്ങനെ 3 ഇനങ്ങളൊന്നുമില്ല, അത് നസ്രാണികൾ ത്രിയേകത്വം പറയുന്നത് പോലെയാണ്, അത് പിൽക്കാലത്ത് ഇബ്നു തൈമിയ കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ എതിർക്കുന്നതായി കാണുവാൻ സാധിക്കും. അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല. ഈ തൗഹീദിന്റെ 3 ഇനങ്ങളും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പഠിപ്പിക്കപ്പെട്ട അഖ്സാമുകളാണ്. ഇത് ഇങ്ങനെ 3 ഇനങ്ങളാക്കി തിരിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് തൗഹീദ് കൃത്യമായി മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ്. ഇപ്പൊ നിസ്കാരത്തിന്റെ റുക്നുകൾ, നിസ്കാരത്തിന്റെ ഷർത്ത് 9 എണ്ണാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അത് ഫുഖഹാക്കൾ ജനങ്ങൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെടുന്നതിന് വേണ്ടി അത് എണ്ണത്തിലാക്കിയതാണ്. അതുപോലെ തൗഹീദ് കൃത്യമായി മനസ്സിലാക്കാൻ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവുകൾ പഠിച്ചതിന് ശേഷം അതിന് 3 ഇനങ്ങളാക്കി തിരിച്ചു എന്നുള്ളതാണ്. അപ്പൊ തൗഹീദിന്റെ 3 ഇനങ്ങളെ എതിർക്കുന്ന ആളുകൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഉലമാക്കൾ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മുൻപുള്ള പണ്ഡിതന്മാർ, ഇബ്നു മന്ദ, മുൻപുള്ള മുൻകാലക്കാരായ പണ്ഡിതന്മാരെ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം ഇത് അംഗീകരിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇതിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു പുതിയ ബിദ്അത്തൊന്നുമല്ല, ഖുർആനിലും ഹദീസിലും തെളിവുള്ള സ്ഥിരപ്പെട്ട കാര്യമാണ്. തൗഹീദിൽ 3 ഇനങ്ങളുണ്ട് എന്നുള്ളത്.
ഈ തൗഹീദിന്റെ 3 ഇനങ്ങളും വന്ന ആയത്താണ് റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. സൂറത്തു മറിയമിലെ ആയത്താണ്. റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ, ആകാശഭൂമികളും അതിന്റെ ഇടയിലുള്ളതിന്റെയും റബ്ബ്. തൗഹീദുർ റുബൂബിയ്യ. ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. അതുപോലെ തന്നെ അവനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ക്ഷമിച്ച് നിലകൊള്ളുക. തൗഹീദുൽ ഉലൂഹിയ്യ. ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിന് പേരുത്ത, അള്ളാഹുവിനോട് എല്ലാ തരത്തിലും യോജിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമോ? തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്ത്. ഈ 3 ഇനങ്ങളും വിശുദ്ധ ഖുർആനിൽ തെളിവുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഈ തൗഹീദിനു വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ തൗഹീദിനു വേണ്ടിയാണ് ആകാശഭൂമികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ തൗഹീദിനു വേണ്ടിയാണ് സ്വർഗവും നരകവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചിട്ടുള്ളത്. ഈ തൗഹീദിനു വേണ്ടിയാണ് മഹ്ശറും ഹിസാബും ജസാഉം എല്ലാം അല്ലാഹു ഒരുക്കിയിട്ടുള്ളത്. ഈ തൗഹീദാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ നന്മ. ഈ തൗഹീദാണ് സ്വർഗത്തിന്റെ താക്കോൽ. ഈ തൗഹീദ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട് എങ്കിൽ അവൻ നരകത്തിൽ കാലാകാലം കിടക്കുകയില്ല. അവന്റെ വാസസ്ഥലം അത് സ്വർഗമായിരിക്കും. തൗഹീദുള്ള ഒരാൾ നരകത്തിൽ കാലാകാലം കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകില്ല. ഇനി തൗഹീദ് എല്ലാ അർത്ഥത്തിലും ഒരുവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവന് ഹിസാബും ശിക്ഷയുമില്ലാതെ, വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഇതാണ് തൗഹീദിന്റെ മഹത്വങ്ങൾ. ഈ തൗഹീദിന്റെ വിപരീതമാണ് ശിർക്ക് എന്നാൽ. ശിർക്കും തൗഹീദ് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ശിർക്കും നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് നമ്മൾ ശിർക്കിനെ കുറിച്ച് പഠിക്കുന്നത്? ശിർക്ക് ഏറ്റവും വലിയ തിന്മയാണ്. എന്തിനാണ് ആ തിന്മയെ കുറിച്ച് പഠിക്കുന്നത്? നമ്മൾ അതിൽ വീണു പോകാതിരിക്കാനാണ്. മാത്രമല്ല തൗഹീദ് കൃത്യമായി മനസ്സിലാക്കുവാനും വേണ്ടിയാണ്. ശിർക്ക് മനസ്സിലായാലേ തൗഹീദ് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരു കാര്യത്തിന്റെ വിപരീതം മനസ്സിലാക്കിയാൽ കൃത്യമായി ആ കാര്യം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ശിർക്ക് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അറഫ്തു ശർറ ലാ ലിശ്ശർരി ലാകിൻ ലിതവഖീഹി. ഞാൻ ഷർറ് പഠിക്കുന്ന എന്തിനാ? ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ ഷർറിനെ കുറിച്ച് പഠിക്കുന്നത് എന്തിനാ? ഷർറ് ചെയ്യാനല്ല, മറിച്ച് ആ ഷർറ് സൂക്ഷിക്കാനാണ്. ഷർറിൽ നിന്ന് ഖൈറിനെ അറിയാത്തവൻ ചിലപ്പോൾ അതിൽ വീണു പോകും. അപ്പൊ ഷിർക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. എന്താണ് ഷിർക്ക് എന്ന് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് സഹാബി ചോദിച്ചതായി കാണാം, അയ്യു ദംബി അഅ്ദം, എന്താണ് ഷിർക്ക് എന്നാണ് പറയാൻ പോകുന്നത്. അയ്യു ദംബി അഅ്ദം, ഏറ്റവും ഗുരുതരമായ തിന്മ ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്. അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിന്നെ സൃഷ്ടിച്ചെന്നിരിക്കെ അല്ലാഹുവിനെ നീ ഒരു സമര നിശ്ചയിക്കലാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിൽ ഒരു പങ്കുകാരൻ നിശ്ചയിക്കുക, അള്ളാഹുവിനെ ഒരു നിദ്ദിനെ, ഒരു സമന നിശ്ചയിക്കുക, അതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞു അള്ളാഹുവിന് മാത്രമായ പ്രത്യേകമായ കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ് തൗഹീദ്. ആ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട അള്ളാഹുവിന്റെ പ്രത്യേകതയിൽ അള്ളാഹുവിന് ഒരു തുല്യത ഉണ്ടാക്കുക, അതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. തസ്വിയതു ഗൈരില്ലാഹി ബില്ലാഹ്. പണ്ഡിതന്മാർ ഷിർക്കിനെ പല രൂപത്തിൽ വിശദീകരിച്ച ഒരു വാക്ക് അങ്ങനെയാണ്, തസ്വിയതു ഗൈരില്ലാഹി ബില്ലാഹ്. അള്ളാഹുവിന് പുറമുള്ള ആളുകളെ അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുത്തുക. അതെല്ലാ വിഷയത്തിലും സാദൃശ്യപ്പെടുത്തണമെന്നില്ല, എല്ലാ വിഷയത്തിലും സമനാക്കണമെന്നില്ല. ഇബാദത്തിന്റെ വിഷയത്തിൽ അതാണ് പ്രത്യേകം പണ്ഡിതന്മാർ ഊന്നി പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ പോലെ തന്നെ ഒരു അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കുക, അതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്.
ഇബാദത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു സമരം നിശ്ചയിക്കുക. അതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. നാളെ നരകക്കാർ അവർ ആരാധിച്ചിരുന്ന ആലിഹത്തുകളോട് നാളെ നരകത്തിൽ പറയുന്ന ഒരു വാക്ക് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അവർ ആരാധിച്ച ആലിഹത്തുകളോട് പറയും, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, അല്ലാഹു തന്നെയാണ് സത്യം, ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. എന്താണ് അവർ ചെയ്ത വഴികേട്? നിങ്ങളെ ഞങ്ങൾ ആരാധിച്ചിരുന്നു ദുനിയാവിൽ, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തുല്യതപ്പെടുത്തിയപ്പോൾ. അപ്പൊ നിങ്ങളെ അള്ളാഹുവിനോട് തുല്യതപ്പെടുത്തുക, അതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ പ്രവേശിച്ചത്. എന്താണ് തുല്യതപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? ഇബാദത്തിൽ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്തിൽ അള്ളാഹുവിനോട് നിങ്ങളെ തുല്യതപ്പെടുത്തുക, അതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. ഇത് മുഫസ്സിറുകളെല്ലാം വിശദീകരിച്ച കാര്യമാണ്. അള്ളാഹുവിന്റെ ഖുസൂസിയത്തുകളിൽ, അള്ളാഹുവിന് പ്രത്യേകമായ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അള്ളാഹുവിനെ സമനം നിശ്ചയിക്കുക, അള്ളാഹുവിനോട് മറ്റുള്ള ആളുകളെ തുല്യതപ്പെടുത്തുക, ഇതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ ഏതെങ്കിലും ഒരു കാര്യം അത് അവന്റെ അടിമകൾക്ക് ആരെങ്കിലും വകവെച്ചു കൊടുത്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം അവകാശപ്പെട്ട ഇബാദത്തുകളിൽ അല്ലാഹു അല്ലാത്ത ആളുകളെ പങ്കു ചേർക്കുക. ഉദാഹരണത്തിന് മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കുക, വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുക, അവരെ ഭയക്കുക, അവരുടെ മേൽ ഭരമേൽപ്പിക്കുക, അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതാണ് ശിർക്കിനെ കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, ഇത്തിഖാദു ശിർക്കി അൽ നിദ്ദി മഅ അല്ലാഹി ജല്ല വഅല ഫി റുബൂബിയ്യത്തി ഔ ഫിൽ ഇബാദത്തി ഔ ഫിൽ അസ്മാഇ വസ്സിഫാത്ത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു പങ്കാളി ഉണ്ടാക്കുക. അത് റുബൂബിയ്യത്തിന്റെ കാര്യത്തിൽ. റുബൂബിയ്യത്തിന്റെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അപ്പൊ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ മറ്റുള്ള ആളുകളെ, ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ഈ ലോകം മൊത്തം നിയന്ത്രിക്കുക എന്നുള്ളത്. അതിൽ എങ്ങനെയാണ് അള്ളാഹുവിന് പങ്കു ചേർക്കുക? ഒരാൾ പറയാണ് CM മടവൂർ, അയാളാണ് ലോകം മൊത്തം നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ശിർക്ക് സംഭവിക്കണം. കാരണം ഇവിടെ തദ്ബീർ നടത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഫിഅലുകളിൽ പെട്ടതാണ്, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. അപ്പൊ ആ പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു. അതല്ലെങ്കിൽ ഫിൽ ഉലൂഹിയ്യ, ഇബാദത്തിൽ അള്ളാഹുവെ കാക്കണേ, അള്ളാഹുവെ എന്റെ രോഗം മാറ്റണേ എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ റസൂലെ എന്റെ പാപങ്ങൾ പുറത്തു തരണേ, മുഹീദ്ദീൻ ശൈഖേ എന്റെ പാപങ്ങൾ പുറത്തു തരണേ, ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇബാദത്തിൽ ശിർക്ക് സംഭവിച്ചു. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങളിൽ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പങ്കു ചേർക്കുക. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, ഇന്ന വലിയ, അള്ളാഹു അറിയുന്നത് പോലെ അറിയും, മറഞ്ഞ കാര്യങ്ങൾ അറിയും, ഉപ്പിന്റെ ഉള്ളിലുള്ളത് കാണുന്നത് പോലെ മനുഷ്യന്മാരെ ഹൃദയം കാണും, ഒക്കെ അള്ളാഹുവിന്റെ സിഫത്തുകളിൽ പെട്ടതാണ്. അപ്പൊ അതിൽ പങ്കു ചേർക്കുക. ഇങ്ങനെ തൗഹീദിന്റെ 3 ഇനങ്ങളിലും ശിർക്ക് സംഭവിക്കും. ഇതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിങ്ങൾ സമന്മാരെ നിശ്ചയിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. മുതഖദ്ദിമുകളായ, ആധുനികരല്ല, മുൻകാലക്കാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അമ്മൽ ഇശ്റാഖു, ശിർക്ക് എന്ന് പറഞ്ഞാൽ വദ്ഉൽ മഅബൂദിയ്യത്തി ഫീ ഗൈരില്ലാഹ്, പ്രത്യേകം ഊന്നി പറഞ്ഞ കാര്യമാണ്. മഅബൂദിയ്യത്ത്, ആരാധ്യത, ആരാധനക്കർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ് എങ്കിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ആരാധനകളിൽ അള്ളാഹുവിൽ മറ്റുള്ള ആളുകളെ പങ്കു ചേർക്കുക. അതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. ഷിർക്ക്, ഇതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ.
ഈ ശിർക്ക് ഏറ്റവും വലിയ തിന്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു തരാത്ത തിന്മയാണ്. ഈ ശിർക്ക് ഒരുവനിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ കാലാകാലം നരകത്തിലാണ്. സ്വർഗം അവന്റെ മേൽ ഹറാമാണ്. അവന് നരകത്തിൽ ശാശ്വതനാണ്. ഈ ശിർക്ക് ഒരുവനിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ നന്മയും അതോടെ പൊളിഞ്ഞു പോകും. അവന്റെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും. ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും വലിയ തിന്മ അത് ഈ ശിർക്കാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് എന്നാൽ അത് കടുത്ത തിന്മയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ശിർക്ക് എന്ന് പറഞ്ഞത് അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഷിർക്കിന് അർത്ഥം പറയുന്നിടത്ത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലൊരു അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് എന്നാണ്. അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അവർക്ക് സ്വയം തന്നെ കഴിവുണ്ട്, അള്ളാഹു കൊടുക്കാത്ത സ്വയം കഴിവ് അവർക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇബാദത്ത് എപ്പോഴാണ് ഷിർക്കാകുള്ളൂ. ഇതൊന്നല്ല ഷിർക്ക് എന്ന് പറഞ്ഞാൽ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. ഈ ഷിർക്കിന് രണ്ടിനമുണ്ട്. ഷിർക്ക് രണ്ടിനമുണ്ട്. ഷിർക്കുൻ അക്ബർ ഉണ്ട്, ഷിർക്കുൻ അസ്ഗർ ഉണ്ട്. ഷിർക്കുൻ അക്ബർ എന്ന വലിയ ഷിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നത് പോലെ. ഷിർക്കുൻ അസ്ഗർ ഉണ്ട്, ചെറിയ ഷിർക്കുണ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. പക്ഷേ അത് വൻപാപങ്ങളെക്കാൾ ഗുരുതരമായ തിന്മയായിരിക്കും. അതിന്റെ പേരിൽ ചെറിയ ശിർക്ക് എന്നുള്ളത് കൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. അത് വൻപാപങ്ങളെക്കാൾ ഗുരുതരമായ തിന്മയാണ്. പക്ഷെ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. ഉദാഹരണത്തിന് റിയാ പോലെ, പ്രവർത്തനങ്ങളിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന റിയാ പോലെയുള്ള കാര്യങ്ങൾ, അത് ഷിർക്കുൻ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്ത ആളുകൾ കേവലം അവരുടെ പേരിൽ സത്യം ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവും നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്നിങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് ഒരാളെ കുറിച്ച് അങ്ങനെ പറയാം, വാക്കിൽ സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, അതൊക്കെ ചെറിയ ഷിർക്കാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. പക്ഷെ അത് വലിയ വൻപാപങ്ങളെക്കാൾ ഗുരുതരമായ തിന്മയാണ്. ഇതാണ് ഷിർക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ വ്യാപകമായി ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഷഹാദത്ത് കലിമ. അത് സാക്ഷ്യം വഹിച്ച അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഇത് സാക്ഷ്യം വഹിച്ച ഒരു മുസ്ലിമിൽ എങ്ങനെ ശിർക്ക് വരാനാണ്? ഷഹാദത്ത് കലിമ ഉച്ചരിച്ച ആളുകൾക്ക് ശിർക്ക് വരാനോ? അങ്ങനെ സംഭവിക്കുമോ എന്നിങ്ങനെ ആളുകൾക്കിടയിൽ അത്ഭുതപ്പെടുത്തി പറയുന്നതായി കാണാൻ സാധിക്കും. മുസ്ലിമീങ്ങളിൽ ശിർക്ക് വരില്ല എന്ന് അവർക്ക് നിർഭയത്വം ഉണ്ടാക്കി കൊടുക്കുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനെതിരാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ശിർക്ക് വരുമെന്ന് അങ്ങേയറ്റം പേടിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. നിങ്ങളുടെ കാര്യത്തിൽ, ഈ ഉമ്മത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ചെറിയ ശിർക്കിനെയാണ്. ചെറിയതായാലും വലുതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ മേൽ അങ്ങേയറ്റം ശിർക്കിനെ പേടിച്ചിരുന്നു. ഷഹാദത്ത് കലിമ ചൊല്ലിയ സ്വഹാബികൾ ഈ ഉമ്മത്തിന്റെ ഏറ്റവും ഉത്തമ തലമുറയോടാണ് പറയുന്നത്, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ശിർക്കിനെ പേടിക്കുന്നു എന്ന്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രിക്കീൻ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ, ചില ഗോത്രങ്ങൾ മുശ്രിക്കീങ്ങളുമായി യോജിക്കാതെ, അവരുമായി ഐക്യത്തിലാകാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. അപ്പൊ നോക്ക്, ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ താക്കീതാണിത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹ് ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, വഇന്നി വല്ലാഹി മാ അഖാഫു ബഅദി അൻ തുശ്രികൂ
വലാകിൻ അഖാഫു അൻ തനാഫസു ഫീഹാ. അല്ലാഹു തന്നെയാണ് സത്യം. എനിക്ക് ശേഷം നിങ്ങൾ ശിർക്ക് ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ശിർക്ക് ചെയ്യുമോ എന്ന് ഭയപ്പെടുന്നു എന്ന് മാത്രമല്ല, ശിർക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ മത്സരിക്കുമോ എന്ന കാര്യം ഞാൻ ഭയപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ തഖൂമു സ്സാഅതു ഹത്താ തുഅബദ ലാത്ത്. മുശ്രിക്കുകൾ മുൻപ് ആരാധിച്ചിരുന്ന ലാത്ത്, ഉസ്സ പോലെയുള്ള അവരുടെ ആലിഹത്തുകൾ അവർ പിന്നെയും ആരാധിക്കപ്പെടാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്ന് ജനങ്ങൾക്ക് നിർഭയത്വം കൊടുക്കുന്ന ആളുകൾ അവർ ശിർക്കിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം താക്കീത് ചെയ്ത കാര്യമാണ്, അങ്ങേയറ്റം ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ പേടിച്ച കാര്യമാണ്. അതുകൊണ്ട് നമ്മളിത് പേടിക്കണം, ശിർക്കിൽ നിന്ന് അകലം പാലിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളെ സ്വന്തം കൈകൊണ്ട് തകർത്ത പ്രവാചകനാണ്. അദ്ദേഹം എന്താ പ്രാർത്ഥിച്ചത്? വജുനുബുനി വബനി അൻ നഅ്ബുദൽ അസ്നാം. അള്ളാഹുവെ, എന്നെയും എന്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് അള്ളാഹുവെ നീ രക്ഷിക്കണേ. ഈ ഒരു പേടി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിമായ ആൾക്ക് പിന്നെ ശിർക്ക് സംഭവിക്കില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പ്രാർത്ഥനയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ജനങ്ങൾ ശിർക്കിലേക്ക്, ശിർക്കിന്റെ മാർഗങ്ങളിലേക്ക് നയിക്കുന്ന ആളുകൾ പല രൂപത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ, ശുബ്ഹത്തുകൾ ജനങ്ങൾക്കിടയിൽ പടച്ചുവിടും. അവർ ഇബാദത്തിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കും, പ്രാർത്ഥനയെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കും, ഇലാഹ് എന്ന പദത്തിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാതെ അവരെ ആശയക്കുഴപ്പങ്ങളിൽ തളച്ചിടും. ഇത് ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അംഗീകരിച്ചു കൊടുത്തത്. എത്രത്തോളം എന്നാൽ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കൽ അത് പാടില്ല, അത് ശിർക്കാണ്. അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ ദുആ, എന്താണ് ഇബാദത്ത്, എന്താണ് ഇലാഹ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ട് ഇവർ എത്തിപ്പെട്ട പിഴവാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവർ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു പുറമെ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യന്മാർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ അവരോട് തേടുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാവുകയില്ല. എന്നാൽ അള്ളാഹു കൊടുക്കാത്ത അവർക്ക് സ്വയം തന്നെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലേ അത് ശിർക്കാവൂ എന്നാണ് ഇവിടെ ജനങ്ങൾക്കിടയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് പറയുന്ന ഈ വാദത്തിന് എങ്ങനെയാണ് മറുപടി അറിയാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കൊടുത്ത കഴിവിൽ നിന്നാണ് ഇവർ ചോദിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നു, മറ്റുള്ള ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നു. അത് അവർക്ക് അള്ളാഹു കൊടുത്തത് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവർക്ക് സ്വയം കഴിവുണ്ട് എന്നെന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. അതാണ് ഇവരുടെ ന്യായം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മുഹീദ്ദീൻ ഷെയ്ഖിന് വേണ്ടി ഇവർ നിസ്കരിക്കുന്നില്ല? അള്ളാഹു കൊടുത്ത കഴിവാണ് മുഹീദ്ദീൻ ഷെയ്ഖിനുള്ളത്. അള്ളാഹുവിനെ പോലെ എല്ലാം സ്വയം കഴിയുന്നവനാണ് മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് ഇവർ വിശ്വസിക്കുന്നില്ല. ആ മുഹീദ്ദീൻ ഷെയ്ഖിന് വേണ്ടി ഇവർ നിസ്കരിക്കുന്നില്ല. എന്തുകൊണ്ട്? നിസ്കാരം ഇബാദത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്ത് പഠിപ്പിച്ചത്? ദുആഉം ഇബാദത്താണ്. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നിസ്കരിക്കാൻ പാടില്ല എന്ന്
പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഇബാദത്താണ് എന്ന് പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഉം ഇബാദത്താണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദുആഉ ഹുവൽ ഇബാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രാർത്ഥന എന്നാൽ അത് ആരാധന തന്നെയാണ്. പ്രാർത്ഥന അത് ആരാധന ഇബാദത്ത് മാത്രമാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന എന്നുള്ളത് അത് ആരാധന തന്നെയാണ്, അത് ആരാധന മാത്രമാണ്. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ പഠിപ്പിച്ചു, അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ. അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും കാണിക്കുക. അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും കാണിക്കുക. എന്നിട്ട് ഇബാദത്ത്. ഇതാണ് ഇബാദത്തിനായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അങ്ങേയറ്റത്തെ വിനയും താഴ്മയും കാണിച്ചിട്ടാണ് ഇവിടെയുള്ള ആളുകൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് തേടുന്നത്, അവരോട് സഹായം തേടുന്നത്. അത് ഇബാദത്താണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഉലമാക്കൾക്കിടയിൽ അംഗീകരിക്കുന്ന കാര്യമാണ്. ഇബാദത്ത് എന്നാൽ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും അത് വന്നു കഴിഞ്ഞാൽ അത് ഇബാദത്താകും. അങ്ങനെ തേടിയാൽ അത് ഇബാദത്താകും. ജാറത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളുകൾ, വലിയനോട് സഹായം തേടുന്ന ആളുകൾ, അവരുടെ അവസ്ഥ പരിശോധിച്ചു നോക്കുക. നിസ്കരിക്കുമ്പോൾ നിൽക്കുമ്പോൾ പോലും ഇത്രയും വലിയ താഴ്മയും അതുപോലെ തന്നെ വിനയവും കാണാൻ സാധിക്കുകയില്ല. ഇത് ഇബാദത്തല്ലെങ്കിൽ പിന്നെന്താണ്? അപ്പൊ ആ പ്രാർത്ഥന ഇബാദത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി പ്രാർത്ഥന ഇബാദത്താണ് എന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തും കൂടി ഓതിയിട്ടുണ്ട്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിക്കുക, അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. ഇവിടെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു. തൊട്ടടുത്ത് അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി. എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് ആരാണോ അഹങ്കാരം നടിക്കുന്നത്, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദരായി നരകത്തിൽ പ്രവേശിക്കുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ നോക്കൂടെ, ഇബാദത്ത് എന്നുള്ളത് ദുആഇനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദുആ എന്നുള്ളത് ഇബാദത്താണ്. അത് അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ. ഇനി ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആഇന്റെ കാര്യത്തിലും ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായി കാണാൻ സാധിക്കും. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ആളുകൾക്കിടയിൽ അവർ പടച്ചുവിടുന്ന ആശയക്കുഴപ്പങ്ങളാണിത്. ഇത് തൗഹീദുള്ള ആളുകൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കേവലം ഒരു വിളിയാണോ? ഒരു ഭർത്താവ് ഭാര്യയോട് എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക, അതിനാണ് പ്രാർത്ഥന എന്ന് പറയാം? ഒരു ഭർത്താവ് ഭാര്യയോട് ഒരു മാസം വെള്ളെടുത്തു കൊണ്ടാ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയോട് പ്രാർത്ഥിച്ചു എന്ന് പറയോ? ഇല്ല, അത് സഹായത്തേട്ടമാണ്, പരസ്പരമുള്ള സഹായത്തേട്ടമാണ്. അതിന് പ്രാർത്ഥന എന്ന് പറയില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വെറും വിളിയല്ല, വെറും വിളിയല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇൻദനാ മആശിറ അഹ്ലുസുന്ന അന്ന ദുആ ഹുവ ത്വലബു അലാ സബീലി തദർറുഅ. ദുആ എന്ന് പറഞ്ഞാൽ സ്വഹാബികൾക്കൊന്നും പ്രാർത്ഥന, ദുആ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാപരമായ താരീഫ്, അതിന്റെ നിർവചനം പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു നിർവചനം ഇല്ലാതെയാണ് അതൊക്കെ മനസ്സിലാക്കിയത്. എന്നാൽ എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? താഴ്മയുടെ രൂപത്തിൽ ആവശ്യപ്പെടുക, താഴ്മയുടെ രൂപത്തിൽ ആവശ്യപ്പെടുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാം. താഴ്മയുടെ രൂപത്തിൽ തേടുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ താഴ്മയോടുകൂടി ആവശ്യപ്പെടുക. അത് മരിച്ചവരോടായാലും ജീവിച്ചിരിക്കുന്ന ആളുകളോടായാലും അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ താഴ്മയോടുകൂടി ആവശ്യപ്പെടുക. ഇതാണ് ദുആ എന്ന് പറഞ്ഞാൽ. ഈ ദുആ ഇബാദത്താണ്. അത് അള്ളാഹുവിനോടല്ലാതെ പാടില്ല. ഇനി ഇവർ പറയുന്ന മറ്റൊരു ന്യായം എന്താ? ഞങ്ങൾ ദുആ ചെയ്യല്ല, പക്ഷെ ഞങ്ങൾ ഇസ്തിഗാസ നടത്തുകയാണ്, ഞങ്ങൾ സഹായം തേടുകയാണ്. ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അത് ദുആയിൽ ഉൾപ്പെടുന്ന കാര്യമാണ്.
ദുആ എന്നാൽ പ്രാർത്ഥനയാണ് എങ്കിൽ ഇസ്തിഗാസ ഈ ദുആയിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താ? പ്രയാസഘട്ടങ്ങളിൽ, സന്നിഗ്ധ ഘട്ടങ്ങളിൽ ആ പ്രയാസം അത് തങ്ങളിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് തേടുക. അതാണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ. അത് ദുആ ആണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുമുണ്ട്. തസ്തഗീസൂന റബ്ബക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിലും സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം താഴ്മയോടുകൂടി, അങ്ങേയറ്റം വിനയത്തോടുകൂടി ഒരുപാട് നേരം നിന്ന് പ്രാർത്ഥിച്ചു. അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭമെന്നാണ്. നമുക്ക് സന്നിഗ്ധ ഘട്ടങ്ങളിൽ ആ പ്രയാസം നീക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് തേട്. അതാണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ. അപ്പൊ നോക്കൂ, ഞങ്ങൾ ദുആ അല്ല ചെയ്യണം, ഇസ്തിഗാസയാണ് ചെയ്യുന്നത്. ഇതൊരു മറ്റൊരു ന്യായമാണ്. അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ അവർ പറയുന്ന മറ്റൊരു ന്യായമാണ്. അപ്പൊ മുഫസ്സിറുകളെല്ലാം ഇസ്തിഗാസയെ, ഈ പറഞ്ഞ ഇസ്തിഗാസയെ ദുആയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരാൾക്ക് നിഷേധിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ഇത് ദുആ ആകുന്ന ഇസ്തിഗാസയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പണ്ടൊക്കെ ഞങ്ങൾ ദുആ അല്ല ചെയ്യണം, ഇസ്തിഗാസയാണ് ചെയ്യുന്നതാണ് പറഞ്ഞു വന്നിരുന്നത്. പക്ഷെ കേരളത്തിൽ ഈ പറഞ്ഞ ആളുകളുടെ നേതാക്കന്മാർ തന്നെ, സമസ്തയുടെ നേതാക്കന്മാരിൽപ്പെട്ട ഖലീലുൽ ബുഖാരി അയാളെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ AP അബൂബക്കർ മുസ്ലിയാർ, അയാളുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി, അവരുടെ നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോഴൊക്കെ കൃത്യമായി തന്നെ ഞങ്ങൾ ദുആ ചെയ്ത് പ്രാർത്ഥിച്ചു എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും. ദുആ അത് പ്രാർത്ഥനയാണ്. അത് അല്ലാഹു അല്ലാത്ത ആളുകളോട് നടത്തിയാൽ അത് ശിർക്കാണ്. മുൻപ് പറഞ്ഞിരുന്നത് ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗാസ നടത്തുന്ന സഹായം തേടുന്ന ദുആ അല്ല. ഞങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്നില്ല, സഹായം തേടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ദുആ ചെയ്യുന്നു എന്ന് തന്നെ കൃത്യമായി പറയുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് വിലക്കിയ, താക്കീത് നൽകിയ കാര്യമാണ്. വലാ തദ്ഉ മഅല്ലാഹി അഹദ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഒരാളോടും വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹുവാണ് യഥാർത്ഥത്തിലുള്ള ഇലാഹ്, അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ലഹു ദഅവത്തുൽ ഹഖ്. പ്രാർത്ഥിക്കപ്പെടാനുള്ള അവകാശം അല്ലാഹുവിന് മാത്രമാണ്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ. അല്ലാഹുവിന് പുറമെ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർക്കൊരു കാര്യത്തിനും ഉത്തരം ചെയ്യുവാൻ സാധിക്കുകയില്ല. ഈ ആയത്തുകളും നോട്ട് ചെയ്ത് പഠിക്കണം. ഇതൊക്കെ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുക എത്രത്തോളം തെറ്റാണ് എന്ന് അല്ലാഹു വിശദീകരിച്ച ആയത്തുകളാണ്. ഇത് കൃത്യമായി നമ്മൾ പഠിക്കണം. ഇനി നോക്കൂ സഹോദരങ്ങൾ, ജനങ്ങൾക്കിടയിൽ ശിർക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശുബ്ഹത്തുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് ആ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്നുള്ളത്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് നമ്മുടെ നാടുകളിൽ നടമാടുന്ന ശിർക്ക് അത് മക്കയിലെ മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്ന അതേ ശിർക്ക് തന്നെയാണ്. അത് ഈ കാര്യം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. എന്നാൽ തങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ല എന്ന് വാദിക്കുന്നതിന് വേണ്ടി മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം അത് കോട്ടിമാട്ടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അവർക്ക് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞത് ആരോടാണ്? അല്ലാഹുവിനെ അറിയാത്ത ആളുകളോടാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിന്, അല്ലാഹുവിന്റെ കഴിവുകൾ അറിയാത്ത ആളുകളോടാണോ? അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുന്ന, അല്ലാഹുവിന്റെ കഴിവുകളിൽ ചിലതെല്ലാം അംഗീകരിക്കുന്ന, ചില സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന
ആളുകളായ മക്കയിലെ മുശ്രിക്കീങ്ങളോടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം പഠിക്കുക എന്നുള്ളത് അത് തൗഹീദ് മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ സഹായകമാകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നമാ തുൻഖദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. ഇസ്ലാമിന്റെ കണ്ണികൾ ഓരോന്നോരോന്നായി ഇങ്ങനെ പിരിഞ്ഞു പോകും. ജാഹിലിയ്യത്ത് അറിയാത്തവൻ ഇസ്ലാമിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ജാഹിലിയ്യത്ത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ആ ജാഹിലിയ്യത്ത്, അതിലെ അപകടങ്ങൾ നമുക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായി കാണാം, അൻ തഅലമ അന്നൽ കുഫാറ അല്ലദീന ഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖിറൂന ബിഅന്ന അല്ലാഹ ഹുവൽ ഖാലിഖ് അൽ മുദബ്ബിർ വഅന്ന ദാലിക ലം യുദ്ഖിലുഹും ഫിൽ ഇസ്ലാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എതിരിട്ട മക്കയിലെ മുശ്രിക്കുകൾ, കുഫാറുകൾ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഖാലിഖ്, അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് എന്ന് അവർ അംഗീകരിച്ചിരുന്നു. ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും, ഇതാ മക്കയിലെ മുശ്രിക്കുകളെ വെള്ളപൂശുന്നു, അവരെ തൗഹീദിനാക്കുന്നു, അവരെ മുവഹിദുകളാക്കുന്നു എന്ന് പറയും. അങ്ങനെയല്ല. വഅന്ന ദാലിക ലം യുദ്ഖിലുഹും ഫിൽ ഇസ്ലാം. ആ വിശ്വാസം ഉണ്ടായതുകൊണ്ട് അവരെ അത് ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചില്ല. അതുപോലെ തന്നെ അവർ ആ വിശ്വാസമുള്ളത് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിട്ടില്ല. അവർക്ക് വേറെയും ഒരുപാട് വിശ്വാസ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർ കുഫാറുകളാണ്. അവർക്ക് അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിലുള്ള വിശ്വാസം മാത്രമേ അവർ അംഗീകരിച്ചിരുന്നുള്ളൂ. അവർ കുഫാറുകളായിരുന്നു. അവർ ഖുർആനിനെ നിഷേധിച്ചിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചിരുന്നു. അതുപോലെ തന്നെ ബഅസിനെ, ഖിയാമത്ത് നാളിനെ നിഷേധിച്ചിരുന്നു. അള്ളാഹുവിന്റെ ചില സിഫത്തുകൾ അവർ നിഷേധിച്ചിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഉബൂദിയ്യത്തിൽ, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അവർ ശിർക്ക് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അവർ മുഅ്മിനീങ്ങളല്ല. പക്ഷെ അവർക്ക് ഈമാനിന്റെ ഒരു അസ്ലുണ്ടായിരുന്നു. അവർക്ക് ഈമാനിന്റെ ഒരു അസ്ലുണ്ടായിരുന്നു. പക്ഷെ ആ ഈമാൻ പൂർണ്ണമായ ഈമാൻ അല്ല എന്ന് മാത്രം. അവരുടെ ആ ഈമാൻ അവർക്ക് ഉപകാരപ്പെട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആളുകൾ കൂടുതൽ വരുന്നത് കൊണ്ട് കുറച്ചുകൂടി മുന്നിലേക്ക് ഇരുന്നാൽ അത് ആളുകൾക്ക് എളുപ്പമായി. തഫസ്സഹു ഫിൽ മജാലിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിലല്ല അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തെളിവായി ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ, അമ്മ യംലികു സ്സമഅ വൽ അബ്സാറ, ആരാണ് കേൾവിയെയും കാഴ്ചയെയും ഉടമപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ആരാണ് പുറത്തു കൊണ്ടുവരുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ, വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെല്ലാം ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും അല്ലാഹു ആണ് എന്ന് പറയും. അപ്പൊ ഈ തരത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയാമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർക്ക് അറിയാമായിരുന്നു. അല്ലാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് ചെയ്തത്? എന്തിനാണ്?
അതും പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അന്നഹും യഖൂലൂന മാ ദഅൗനാഹും വതവജ്ജഹ്നാ ഇലൈഹി ഇല്ലാ ലിതലബിൽ ഖുർബതി വശഫാഅ. അല്ലാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുവാൻ, അള്ളാഹുവിന്റെ അരികിൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാൻ, അതിനു വേണ്ടിയാണ് അള്ളാഹു അല്ലാത്ത ആളുകളെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചത്, അവർക്ക് ഇബാദത്ത് ചെയ്തത് എന്ന് അവർ പറയും. അതിനുള്ള തെളിവെന്താ? വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയാഅ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ ഞങ്ങൾ ഇലാഹുകളാക്കിയത്, അങ്ങനെ ഒരു ഇലാഹുകളാക്കിയെന്ന് തന്നെ പറയുന്നുണ്ട്. അവർക്കറിയായിരുന്നു അവരുടെ ആ ഇബാദത്തുകൾ കൊണ്ട് അവർ ആരാധിക്കുന്ന ആ കാര്യങ്ങൾ ഇലാഹുകൾ തന്നെയാണ് എന്ന് അവർ അംഗീകരിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവരെ ഇലാഹുകളാക്കി സ്വീകരിച്ചത് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഞങ്ങളെ ഇവർ അടുപ്പിക്കുന്നതിനു വേണ്ടിയാണ്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. അല്ലാഹുവിന് പുറമെയുള്ള ആളുകളെ അവർ ആരാധിച്ചു. അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾ അവർക്ക് ഒരു ഉപദ്രവമോ ഒരു ഉപകാരമോ ചെയ്യുകയില്ല. അങ്ങനെയുള്ള അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ അവർ ഇബാദത്ത് ചെയ്തത് എന്തിനാണ്? വയഖൂലൂന, അവർ പറയും, ഹഉലാഇ ശുഫആഉന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അരികിൽ ഇവർ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ് എന്നതിനു വേണ്ടിയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? അള്ളാഹു അല്ലാത്ത ആളുകളോട് തേടുകയും അവരോട് ഇബാദത്ത് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് ആകാശഭൂമികൾ പഠിച്ചത് എന്ന് ചോദിച്ചാൽ പറയും അള്ളാഹു ആണ് എന്ന് പറയും. അങ്ങനെ ഒരുപാട് ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ തെൽബിയത്ത്, ഹജ്ജിന്റെ സന്ദർഭത്തിൽ അവർ ചെയ്തിരുന്ന തെൽബിയത്തിലും ഇത് വ്യക്തമാണ്. എന്താണ് അവർ തെൽബിയത്തിലുള്ള? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹുവേ, നിനക്ക് യാതൊരു ശരീക്കുമില്ല, പക്ഷെ ഇല്ലാ ശരീകൻ, ഒരു ശരീക്കുണ്ട്. ഹുവ ലക, ആ ശരീക്ക്, ആ പങ്കുകാരൻ നിന്റേത് തന്നെയാണ്. തംലികുഹു വമാ മലക, നീ അവനെയും ആ ശരീക്ക്, ആ പങ്കുകാരൻ ഉടമപ്പെടുത്തുന്നതിനെയും നീ ഉടമപ്പെടുത്തുന്നു. അഥവാ നീ കൊടുത്ത കഴിവ് തന്നെയാണ്, എല്ലാതും നിന്റേത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു പങ്കുകാരൻ നിനക്കുണ്ട്. ആ പങ്കുകാർക്ക് ഞങ്ങളെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അവരോട് ദുആ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? നിന്നിലേക്ക് എത്തുന്നതിനു വേണ്ടി. ഇതായിരുന്നു മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്ന് കൃത്യമായി നമ്മൾ വിശ്വസിക്കണം. അവരെ ആരാധിക്കുന്ന ആരാധ്യന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവുണ്ട്, അള്ളാഹു ആണ് അവരെയും ഉടമപ്പെടുത്തുന്നത് എന്ന വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതല്ലാതെ അവർ ആരാധിക്കുന്ന ആരാധ്യന്മാർക്ക് സ്വയം അള്ളാഹു കൊടുക്കാത്ത അവർക്ക് സ്വതന്ത്രമായ ഒരു കഴിവുണ്ട് എന്ന് അവർ വാദിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹു ആണ് അവർക്ക് കഴിവുകൾ കൊടുക്കുന്നത് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അള്ളാഹു ഉണ്ട് എന്ന് അവർ അംഗീകരിച്ചിരുന്നു. ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, അള്ളാഹുവിനെ അറിയാത്ത ആളുകൾ എങ്ങനെയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ നസ്സാണ്, ഖണ്ഡിതമായ ആയത്താണ്. വഇദാ ഗശിയഹും മൗജുൻ കദ്ദുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വലിയ വലിയ തിരമാലകൾ വന്ന് അവരെ മൂടുമ്പോൾ അവർ അള്ളാഹുവിനോട് മാത്രമായി പ്രാർത്ഥിക്കും. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്ന ആളുകളാണ്. പക്ഷെ അവരെന്ത് ചെയ്തിരുന്നു? അള്ളാഹു അല്ലാത്ത ആളുകളെ ഇബാദത്ത് ചെയ്തിരുന്നു. അവർ അള്ളാഹുവിനോട് ഹജ്ജ് ചെയ്തിരുന്നു, അവർക്ക് നേർച്ച ഉണ്ടായിരുന്നു, അവർ നോമ്പ് നോറ്റിരുന്നു, ഇബാദത്തുകളൊക്കെ ചെയ്തു. പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നു? അവരെ ഇബാദത്തിന് അള്ളാഹുവിന് പങ്കാളികൾ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അവർ ആരാധിക്കുന്ന ആരാധ്യന്മാർ അവരെ ആലിഹത്തുകളായി ഇവർ സ്വീകരിച്ചു, അവരെ ഇലാഹുകളാക്കി. എങ്ങനെയാണ് ഇലാഹുകളാക്കിയത്? അവർക്ക് പ്രാർത്ഥന നടത്തിക്കൊണ്ട് അവരിലേക്ക് അവരോട് തേടപ്പെട്ട ആ പ്രാർത്ഥനയാണ് അവരെ ഇവരുടെ ഇലാഹുകളാക്കി മാറ്റിയിട്ടുള്ളത്. പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യമാണ്. അള്ളാഹു പറഞ്ഞു, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ,
അപ്പൊ നോക്കൂ, ഇവിടെ അള്ളാഹുവിന് പുറമെയുള്ള ആളുകളോടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന മൂലമാണ് അവർ ഇവരുടെ ഇലാഹുകളായി മാറിയത്. അതിന് എന്ത് മനസ്സിലാക്കാം? അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു ഇബാദത്ത്, ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു ഇല്ലാത്ത ആളുകളിലേക്ക് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അതോടെ അയാളെ അവൻ ഇലാഹാക്കിയിരിക്കുന്നു. ഇവിടെ വല്ലദീന യദ്ഊന മിൻ ദൂനിഹി എന്ന് പറഞ്ഞത് അള്ളാഹുവിന് പുറമെ വിളിച്ചാരാധിക്കുന്നവർ. അപ്പൊ അവരോടുള്ള പ്രാർത്ഥനയാണ് അവരെ ആരാധ്യന്മാരാക്കിയിട്ടുള്ളത്. ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂന, അവരൊന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ല, അവർ സൃഷ്ടിക്കപ്പെട്ടവരുമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇബാദത്ത് എന്താണെന്ന് പറഞ്ഞു, ദുആ എന്താണ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം പറഞ്ഞു, ശിർക്ക് എന്താണ് എന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു വിഷയം, ഇവർ ദുആഇനെ 2 ഇനങ്ങളാക്കി തിരിക്കുന്നു. ഇബാദത്താകുന്ന ഒരു ദുആ, ഇബാദത്തല്ലാത്തൊരു ദുആ. ഇങ്ങനെ ദുആഇനെ തഖ്സീം ചെയ്യുന്നതായി കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് ബാത്തിലാണ്. വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യം. ശിർക്കിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന ന്യായമാണ്, ഞങ്ങൾ നടത്തുന്നത് ഇബാദത്തല്ലാത്ത ദുആയാണ്. മക്കാ മുശ്രിക്കുകൾ അവരുടെ ആലിഹത്തിനോട് നടത്തുന്നത് അതെന്താണ്? ഇബാദത്താകുന്ന ദുആയാണ്. മക്കാ മുശ്രിക്കുകൾ ലാത്തയെ വിളിച്ചാൽ, ഇബ്രാഹിം നബിയെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്ക്. ഇബ്രാഹിം നബിയെ ഞങ്ങൾക്ക് കുട്ടികളെ തരണേ എന്ന് മക്കാ മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചാൽ അത് ശിർക്ക്. മൊഹീദ്ദീൻ ഷെയ്ഖെ കുട്ടികളെ തരണേ എന്ന് ഞങ്ങൾ ഇവിടെ മൊഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിച്ചാൽ അത് ശിർക്കാവും. കാരണം എന്താ? മക്കാ മുശ്രിക്കുകൾ നടത്തിയത് ഇബാദത്താകുന്ന ദുആ, ഞങ്ങൾ നടത്തുന്നത് ഇബാദത്തല്ലാത്ത ദുആ. ഇത് ബാത്തിലാണ്. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി ഒരുപാട് പ്രവാചകന്മാരെ പ്രാർത്ഥന ഖുർആനിൽ കാണാൻ സാധിക്കും. അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് പ്രാർത്ഥിച്ചത്. അള്ളാഹുവിനോട് അല്ലാതെ ഉള്ള ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഇബാദത്താകുന്ന പ്രാർത്ഥന, ഇത് ഇബാദത്താകാത്ത പ്രാർത്ഥന, അത് നിങ്ങൾ ആരോടും നടത്തിക്കോ. ഇബാദത്താകുന്ന പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ. ഇബാദത്തല്ലാത്ത പ്രാർത്ഥന ആരോട് വേണമെങ്കിലും നടത്താം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും കാണാൻ സാധിക്കോ? ഇല്ല. ഇതിനെ വേർതിരിക്കുന്ന വേർതിരിവ്, ഇതിനെ അളക്കുന്ന അളവുകോൽ എന്താണ്? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഒരു ന്യായം, ഈ ഒരു വാദം അത് ബാത്തിലാണ്, നിരർത്ഥകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവർ പറയുന്ന മറ്റൊരു ന്യായമാണ്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. കൊടുത്ത കഴിവൊന്നും ചോദിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതിന്റെ വിശദീകരണം തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരാൾക്കും തൻ്റെ കഴിവിൽ നിന്ന് ചോദിക്കുവാൻ ഒന്നും തന്നെ അധീനപ്പെടുത്തി കൊടുത്തിട്ടില്ല. അവർ ഒന്നും തന്നെ ഉടമപ്പെടുത്തുന്നുമില്ല. തഫ്സീറുകളിൽ കാണാം, വമാ മല്ലകഹും വമാ മലകൂ ശൈആ. അള്ളാഹു അങ്ങനെ നമുക്ക് അവരോട് ചോദിക്കാൻ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ അവർക്ക് അധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. വമാ മല്ലക വമാ മലകൂ ശൈആ. അവരുടെ കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കാൻ അവരും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഒന്നും തന്നെ ഉടമപ്പെടുത്തുന്നില്ല എന്ന് മുഫസ്സിറുകൾ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഇനി മറ്റൊരു ന്യായം, ഇലാഹ് ആണ് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാലേ, ദുആ നടത്തിയാലേ അത് ശിർക്കാകൂ. ഇലാഹ് ആണ് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാലേ ദുആ അത് പ്രാർത്ഥനയാകൂ, ഇബാദത്താകൂ, ശിർക്കാകൂ. ഇലാഹ് ആണ് എന്ന് വിശ്വാസമല്ല എങ്കിൽ അത് ശിർക്കാകൂല, അതും ബാത്തിലാണ്. യഥാർത്ഥത്തിൽ ആ ഇബാദത്ത് ദുആ ഇവനിലേക്ക് തിരിച്ചു വിട്ടത് മൂലം തന്നെ എന്തായി, അവൻ ഇലാഹായി. ഈ ഒരു പറയുന്ന അടിസ്ഥാനം അത് പൊള്ളയാണ്. ഇലാഹാണെന്ന് വിശ്വസിച്ച് വിളിച്ചാലേ പ്രാർത്ഥനയാകൂ, ശിർക്കാകുമെന്നില്ല. അത് പ്രാർത്ഥിച്ചാൽ തന്നെ അവൻ ഇലാഹായി. ഇനി വിശ്വസിച്ചാൽ, ഒരാൾ വിശ്വസിച്ചാൽ അവന് ദുആ ചെയ്യണമെന്നില്ല, ആ വിശ്വാസം തന്നെ ശിർക്കാണ്. ഒരാൾ മൊഹീദ്ദീൻ ഷെയ്ഖ് ഇലാഹാണ് എന്ന് വിശ്വസിച്ചു, പക്ഷെ മൊഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചിട്ടില്ല, ശിർക്കാണത്. ഇനി ഒരാൾ മൊഹീദ്ദീൻ ഷെയ്ഖ് ഇലാഹ് ഒന്നല്ല,
എന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കൊണ്ട് മുഹീദ്ദീൻ ശൈഖിനെ അവൻ ഇലാഹാക്കിയിരിക്കുന്നു. ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ എന്നിട്ട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകൂ എന്നുള്ളൊരു വേർതിരിവും ഖുർആനിലും സുന്നത്തിലും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇലാഹല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പറഞ്ഞ ആളുകൾ ഇവരെ വലിയകൾക്ക് വേണ്ടി നിസ്കരിക്കും. എന്തുകൊണ്ട്? അതറിയാം, നിസ്കാരം അത് അള്ളാഹുവിന് മാത്രം, അത് ഇബാദത്താണ്. അത് ഏതെങ്കിലും വലിയനോ സാലിഹിനോ ചെയ്തു കഴിഞ്ഞാൽ അത് ശിർക്കാകുന്നറിയാം. അതുപോലെ തന്നെയാണ് ദുആഇന്റെ കാര്യവും. ഇനി ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥാക്കുന്നത്? പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്മു ജിൻസിൻ ലികുല്ലി മഅബൂദിൻ, എല്ലാവരും അംഗീകരിക്കുന്ന, നിഷേധിക്കാൻ സാധിക്കാത്ത ഉറവിടങ്ങളിൽ നിന്നുള്ള വാക്കുകളാണ്. ഇസ്മു ജിൻസിൻ ലികുല്ലി മഅബൂദിൻ. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാധിക്കപ്പെടുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ ആ ജിൻസിന്, ആ ഇനത്തിന് പറയുന്ന പേരാണ് ഇലാഹ്. ആരാധിക്കപ്പെടുന്നതായി എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ പറയുന്ന പേരാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ. വഇലാഹുൻ ജഅലൂഹു ഇസ്മൻ ലികുല്ലി മഅബൂദിൻ ലഹും. അതുകൊണ്ടാണ് മക്കാ മുശ്രിക്കുകൾ അവര് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ ഇലാഹ് എന്ന് പേര് വിളിച്ചത്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ എന്ന് ഖുർആനിലുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കാ മുശ്രിക്കുകൾ ചോദിച്ചു, എല്ലാ ആരാധ്യന്മാരെയും നീ ഒരൊറ്റ ആരാധ്യന്മാരാക്കിയോ? നോക്ക്, അവർ അവരുടെ ആരാധ്യന്മാരെ ഇലാഹി എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇബാദത്തുകൾ നൽകുന്നത് കൊണ്ടാണ്. ആരാധനകൾ ചെയ്യപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന എല്ലാ കാര്യത്തിനും പറയുന്ന പേരാണ് ഇലാഹി എന്ന് പറഞ്ഞാൽ. കുല്ലു മൻ ഇത്തുഖിദ മഅബൂദ് ഇലാഹുൻ ഇൻദ മുത്തഖിദിഹി. കുല്ലു മൻ ഇത്തുഖിദ മഅബൂദൻ ഇലാഹുൻ ഇൻദ മുത്തഖിദിഹി. ആരാണോ ഒരുവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഇലാഹായി സ്വീകരിച്ചത്, അതിനെ ആരാധിക്കപ്പെടുന്ന വസ്തുവാക്കിയത്, അത് അവന്റെ അടുക്കൽ ഇലാഹ് തന്നെയാണ്. ഒരുവൻ ഒരു കല്ലിനെ ആരാധിച്ചു, ഒരുവൻ ഒരു ജാറത്തിനെ ആരാധിച്ചു, ഒരാൾ ഒരു തങ്ങളെ ആരാധിച്ചു, അവന്റെ അടുക്കൽ ആ തങ്ങൾ, ആ ജാറം, ആ കല്ല് എന്ത് വസ്തുവാണോ അതൊക്കെ ഇലാഹാണ് എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, കുല്ലു മൻ സറഫ മിനൽ ഇബാദത്തി ശൈഅൻ ലിഗൈരില്ലാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകൾക്ക് ഇബാദത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് തിരിച്ചുവിട്ടാൽ, റഗ്ബതൻ ഇലൈഹി വറഹ്ബതൻ മിൻഹു, ആ തിരിച്ചുവിടുമ്പോൾ ആ തിരിച്ചുവിട്ട ആളോടുള്ള പ്രതീക്ഷ കൊണ്ടോ അയാളോടുള്ള പേടി കൊണ്ടോ ആകട്ടെ, ഫഖദ് ഇത്തഖദഹു നിദ്ദൻ ലില്ലാഹ്, അവൻ അല്ലാഹുവിനുള്ള സമനാക്കി നിശ്ചയിച്ചിരിക്കുകയാണ് അവനെ. ലിഅന്നഹു അശ്റക മഅ അല്ലാഹി ഫീ മുസ്തഹിഖഹു ഗൈറഹു, കാരണം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആളുകളെ പങ്കു ചേർത്തിരിക്കുകയാണ്. അതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് അയാളെ ഇലാഹാക്കലാണ് എന്ന അടിസ്ഥാനം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇനി മറ്റൊരു ശുബ്ഹത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥന നടത്തുവാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥന നടത്തുക, സഹായം തേടുക, അത് പാടില്ല എന്നുള്ളത് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം കൊണ്ടുവന്ന ഒരു പുത്തനാചാരമാണ്, അതൊരു ബിദ്അത്താണ് എന്നാണ് പല ആളുകളും വാദിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുമെല്ലാം കൃത്യമായ തെളിവുള്ള കാര്യമാണ്. അത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മുമ്പുള്ള പണ്ഡിതന്മാരും മുമ്പുള്ള അഇമ്മത്തുകളും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു മഖ്ലൂഖിനോട് എന്ത് ചെയ്തിട്ടില്ല, സഹായം ചോദിച്ചിട്ടില്ല. ഇത് അഇമ്മത്തുകൾ പഠിപ്പിച്ച കാര്യം തന്നെയാണ്, വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് കൊണ്ടുവന്ന പ്രത്യേക ഒരു പുത്തനാചാരമല്ല എന്നർത്ഥം. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുവാൻ, രക്ഷ തേടുവാൻ ഇവര് തെളിവ് പിടിക്കുന്ന ഒരു തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹുവിന്റെ കെലിമത്തുകൾ കൊണ്ട് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു
എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥന മുന്നിൽ വെച്ചുകൊണ്ട് വന്നു. കണ്ടില്ലേ, ഇത് അള്ളാഹു അല്ലാത്ത ആളുകളോട് തേടാനുള്ള തെളിവാണ്. നോക്ക്, ശിർക്കിന്റെ ആളുകളെ തെളിവുപിടുത്തങ്ങൾ ആലോചിച്ചു. വ്യക്തമായ ഒരു തെളിവും അവർക്ക് ലഭിക്കാനില്ല ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും. എന്നിട്ട് ഇത്തരം വളരെ അവ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്നു. ഇതിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാനുള്ള തെളിവുണ്ട്. അങ്ങനെ ഒരു തെളിവാക്കിയൊരു കാര്യമാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹുവിന്റെ സിഫത്ത് കൊണ്ട് അള്ളാഹുവിനോട് തേടുക. അള്ളാഹുവിനോട് തേടുന്നത് പോലെ സിഫത്ത് കൊണ്ട് തേടുക എന്നുള്ളത് അത് മഖ്ലൂക്കിനോട് തേടാനുള്ള തെളിവാക്കി ഇവർ സ്വീകരിച്ചിരിക്കണം. യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഇവിടെ അള്ളാഹുവിന്റെ കെരിമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മൊത്തത്തിലുള്ള എല്ലാ സംസാരവും ഇവിടെ ഉൾപ്പെട്ടു, ഖുർആനും ഉൾപ്പെട്ടു. അപ്പൊ ഇത് മഖ്ലൂക്കിനോട് തേടാനുള്ള തെളിവാക്കണമെങ്കിൽ ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂക്കാണ് എന്ന് പറയേണ്ടി വരും. അഊദു ബി കലിമാത്തില്ല എന്ന് പറയുമ്പോൾ കലിമാത്തുകൾ അള്ളാഹുവിന്റെ കലാമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കലിമാത്ത് കൊണ്ട് തേടുന്നത് മഖ്ലൂക്കിനോടുള്ള തേടാനുള്ള തെളിവാക്കി കഴിഞ്ഞാൽ എന്തായി? ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂക്കാണ് എന്ന് വാദിക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. മാത്രമല്ല ഈ ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ട് ഒരു മഖ്ലൂക്കിനോടും തേടാനുള്ള തെളിവാവുകയില്ലാതെ എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ല, ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല എല്ലാം വളരെ വ്യക്തമായി വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. ഇമാം അൽ ഖത്താബി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണും, കാന അഹ്മദു യസ്തദില്ലു ബിഹാദൽ ഹദീസ് അലാ അന്ന കലാം അല്ലാഹി ലൈസ ബിമഖ്ലൂഖ്. ഇമാം അഹ്മദ് റഹിമഹുല്ല ഈ ഹദീസിനെ തെളിവ് പിടിച്ചുകൊണ്ട് പറഞ്ഞത് അള്ളാഹുവിന്റെ കലാം അത് വിശുദ്ധ ഖുർആൻ അത് മഖ്ലൂഖല്ല എന്ന കാര്യത്തിനാണ് ഇമാം അഹ്മദ് റഹിമഹുല്ല തെളിവ് പിടിച്ചിട്ടുള്ളത്. മാത്രമല്ല വയസ്തദില്ലു ബിഅന്ന റസൂല ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ. ഇവര് ശിർക്കിന് വേണ്ടി തെളിവ് പിടിച്ച അതേ ഹദീസ് വിശ്വസിച്ചുകൊണ്ട് ഇമാം അഹ്മദ് റഹിമഹുല്ല, നോക്കണം ഇബ്നു തൈമിയുടെ മുമ്പുള്ള ആളാണ്, അദ്ദേഹം പറയാണ്, ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹം തെളിവ് പിടിച്ചിരിക്കുന്ന ഈ ഹദീസ് വെച്ചുകൊണ്ട് എന്ത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഖ്ലൂക്കിനോടും രക്ഷ തേടിയിട്ടില്ല, ഒരു മഖ്ലൂക്കിനോടും തേടിയിട്ടില്ല എന്ന് ഈ ഹദീസ് വെച്ചുകൊണ്ട് ഇമാം അഹ്മദ് റഹിമഹുല്ല തെളിവ് പിടിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഒരു ശുബഹത്ത്, ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതി. ഇതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ല കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ അഊദു ബി കലിമാത്തില്ലാഹി തമ്മാത്തി എന്നുള്ള ആ ഒരു പ്രാർത്ഥന അടിമകളോട് തേടാനുള്ള, പടപ്പുകളോട് തേടാനുള്ള തെളിവാണ് എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം ഇതാണ്. ഇനി മറ്റൊരു തെളിവ്, അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യാൻ ഇവിടെ കൊണ്ടുവരുന്ന കാര്യപ്പെട്ട ഒരു ആയത്താണ് ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്ന ആയത്ത്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാകിഊൻ. നിങ്ങളുടെ വലിയകൾ അത് അള്ളാഹുവും റസൂലുമാണ്. അതുപോലെ തന്നെ സകാത്തും നിസ്കാരവുമെല്ലാം നിലനിർത്തുന്ന റുക്കൂഅുകളൊക്കെ ചെയ്യുന്ന ആളുകൾ അവർ നിങ്ങളുടെ വലിയകളാണ്. അപ്പൊ അവരോട് തേടാം എന്ന് ഖുർആനിലുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ആയത്ത് അവതരിച്ചത് സ്വഹാബികൾക്കാണല്ലോ. 3-4 ഉത്തമ തലമുറകൾ കഴിഞ്ഞു പോയിട്ട് അവരാരും ഈ ആയത്തിന് ഇങ്ങനൊരു വിശദീകരണം കൊണ്ടുവന്നിട്ടില്ല. ഈ ആയത്ത് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുവാനുള്ള തെളിവായി ഒരു പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണമായി മുഫസ്സിറുകൾ വിശദീകരിച്ചതായി കാണാം. ചില സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇന്ന ഖൗമനാ ഖദ് ഹജറൂന വഅഖ്സമു അല്ലാ യുജാലിസൂന. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ ഖൗമ്, ഞങ്ങളുടെ സമൂഹം, ഞങ്ങൾ മുസ്ലിമീങ്ങളായി എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഒഴിവാക്കി വിട്ടു. ഞങ്ങളെ കൂടെ അവർ ഇരിക്കുന്നില്ല, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു. ആ കുഫാറുകളുടെ സ്നേഹബന്ധം, അവരുടെ കൂടിയിരുത്തം നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ സ്നേഹിതന്മാർ അള്ളാഹുവും റസൂലും നിസ്കാരവും സകാത്തും നിലനിർത്തുന്ന ആളുകളാണ് എന്നതാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലം. ഇനി മാത്രമല്ല, ഈ ആയത്തിന്റെ തൊട്ടു മുൻപുള്ള ആയത്തുമായി ബന്ധപ്പെടുത്തിയും പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. തൊട്ടുള്ള ആയത്ത് എന്താ? വലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയ.
ജൂതന്മാരെയും നസ്രാണികളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കരുത്. അപ്പൊ ഈ ആയത്തിൽ പടപ്പുകളോട് ചോദിക്കാൻ തെളിവുണ്ടെങ്കിൽ മുൻപുള്ള ആയത്ത് ഇതുപോലെ ആരോടും ചോദിക്കരുത് എന്നുള്ള തെളിവുമാകണം. മുമ്പുള്ള ആയത്തിലെ വിളക്കും ഈ ആയത്തുമായി ബന്ധപ്പെട്ടതായിരിക്കണം. പണ്ഡിതന്മാർ വിശദീകരിച്ച മറ്റൊരു രൂപമാണ്, ഈ ആയത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാനുള്ള തെളിവുണ്ട് എങ്കിൽ മുൻപ് കഴിഞ്ഞ ആയത്തിലും ഇതേ കാര്യം വിലക്കിയതായിരിക്കണം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ജൂതന്മാരെയും നസ്രാണികളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ ജൂതന്മാരെയും നസ്രാണികളെയും അവിടുത്തെ ആളുകൾ വിളിച്ചു തേടിയിരുന്നു, അതുകൊണ്ട് അവരെ വിളിച്ചു തേടരുത്, മുഅ്മിനീങ്ങളോടും അള്ളാഹുവിനോടും റസൂലിനോടാണ് വിളിച്ചു തേടേണ്ടത് എന്നാണോ? ഒരു നിലക്കും ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാനുള്ള തെളിവാവുകയില്ല. അത് ഇവരുടെ വെറും വാദവും തട്ടിപ്പുമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളിൽ ഒരിക്കലും ശിരിക്കിനുള്ള തെളിവ് ഉണ്ടായിരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനല്ലാത്ത ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനുള്ള തെളിവ് ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് അതിനുള്ള ശക്തമായ ആക്ഷേപങ്ങളും ശക്തമായ താക്കീതുകളുമാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അള്ളാഹു പറഞ്ഞു, ഖുൽ ഉദ്ഉ അല്ലദീന സഅംതും മിൻ ദൂനിഹി ലാ യംലികൂന കശ്ഫ അദ്ദുർരി അൻകും വലാ തഹ്വീല. നിങ്ങൾ പറയുക, ഉദ്ഉ അല്ലദീന സഅംതും മിൻ ദൂനിഹി, എനിക്ക് പുറമെ നിങ്ങൾ വിളിച്ചാരാധിക്കുന്ന, നിങ്ങൾ ജൽപ്പിക്കുന്ന അവരെ നിങ്ങൾ വിളിക്കുക. ലാ യംലികൂന കശ്ഫ അദ്ദുർരി അൻകും വലാ തഹ്വീല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ബാധിച്ചാൽ അത് നീക്കിത്തരുവാൻ, അത് പൂർണ്ണമായി മാറ്റിത്തരുവാൻ അവർക്ക് സാധിക്കുകയില്ല. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വല്ലദീന തദ്ഉന മിൻ ദൂനിഹി ലാ യംലികൂന മിൻ ഖിത്മീർ, അള്ളാഹുവിന് പുറമെ വിളിച്ചാരാധിക്കപ്പെടുന്ന ആളുകൾ അവർ ഒരു ഈത്തപ്പഴത്തിന്റെ കുരു പോലും ഉടമപ്പെടുത്തുന്നില്ല. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, അവർ കേട്ടാൽ തന്നെ അതിന് ഉത്തരം നൽകാൻ അവർക്ക് സാധിക്കില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർക്കി, നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. മറ്റൊരായത്ത്, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഉത്തരം ലഭിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകളോട് വിളിച്ചു പ്രാർത്ഥിച്ചവർ അവരെക്കാൾ വഴിപിഴച്ചവരായി മറ്റാരുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുക, അതാര് തന്നെയായാലും അത് ശിർക്കാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട ഇബാദത്ത് ഇവർക്ക് വകവെച്ച് കൊടുക്കലാണ്. അത് അവരെ ഇലാഹാക്കലാണ്. അതിലൂടെ അവർക്ക് കൊടുക്കുന്നത് ഇബാദത്താണ്. അത് ശിർക്കാണ്. ശിർക്ക് ചെയ്താൽ സ്വർഗം ഹറാമാകും, നരകം നിർബന്ധമാകും, എല്ലാ അമലുകളും അതോടുകൂടി പൊളിഞ്ഞു പോകും എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി മക്കയിലെ മുശ്രിക്കുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അവർ പൂർണ്ണമായും അവരുടെ ആലിഹത്തുകൾക്ക് സ്വയം കഴിവുള്ളവരാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. എന്നതിനു വേണ്ടി ഇവർ കൊണ്ടുവരുന്ന ചില ഇബാറത്തുകൾ, അതിൻ്റെ സത്യാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യമായി ഉദ്ധരിക്കുന്ന ഒരു ഇബാറത്താണ് ഫഖ്റുദ്ദീൻ അർ-റാസി റഹിമഹുല്ലാഹ്. അദ്ദേഹം മുതകല്ലിമീങ്ങളുടെ ഇമാമായിരുന്നു, അശ്അരികളുടെ ഇമാമായിരുന്നു. പിന്നീട് ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ തൗബ ചെയ്ത് അദ്ദേഹം നല്ല അവസ്ഥയിലാണ് മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വന്ന ചില കാര്യങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇതാ ഇമാം റാസിയുടെ തഫ്സീറിൽ മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ഇലാഹുകൾക്കാണ് സ്വയം കഴിവുള്ളത്, അവരുടെ ഇലാഹുകൾക്ക് സ്വയം കഴിവുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവല്ല, മറിച്ച് അവർക്ക് സ്വയം കഴിവുണ്ട്, അവർ സ്വയം പര്യാപ്തരാണ് എന്നതിനു വേണ്ടി ഒരു ചില ഇബാറത്തുകൾ ഉദ്ധരിക്കാറുണ്ട്. അതിന്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അവർ പറയുന്ന ഒരു ഇബാറത്ത് ഇതാണ്, വതിൽക സിഫാത്തുല്ലതി തഖയ്യലുഹാ അന്നഹാ തദുറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി. ഇമാം റാസി പറഞ്ഞിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറമെ ഇവർ വിളിച്ചാരാധിക്കുന്ന ആളുകൾ അവർ ഉപദ്രവിക്കും, അവർക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കും, അവർക്ക് ഉപദ്രവം ഏൽപ്പിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുവാനും സാധിക്കും.
ഇതാണ് കാര്യമായി അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി ഇവർ കൊണ്ടുവരുന്ന ഇബാറത്ത്. പക്ഷെ ഇതിൽ തന്നെ അവർക്കുള്ള മറുപടിയുണ്ട്. ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ബിദ്അത്തുകാർ അവർ ശിർക്ക് സ്ഥാപിക്കാൻ എന്താണോ തെളിവ് കൊണ്ടുവന്നത് അതിൽ തന്നെ അവർക്കുള്ള മറുപടി ഉണ്ടാകുന്നതാണ്. ഇവിടെ നോക്കൂ, ഇവരുടെ ആലിഹത്തുകൾ അവർ സ്വയം ഉപകാരം ചെയ്യുകയും ഉപദ്രവമേൽപ്പിക്കുകയും ചെയ്യും, അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുകയും ചെയ്യും. എന്താ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ? ഷഫാഅത്ത് ചെയ്യണമെങ്കിൽ സ്വയം കഴിവുള്ള ആൾക്ക് എന്തിനാ പിന്നെ ഷഫാഅത്ത് ചെയ്യാം? ഷഫാഅത്ത് എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാൾക്ക് വേണ്ടി ന്യായം പറയാം, ഒരാൾക്ക് വേണ്ടി ന്യായം നിൽക്കുക, അതാണ് ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ. ഇവരുടെ ആലിഹത്തുകൾക്ക് സ്വയം കഴിവുണ്ട് എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട് എങ്കിൽ അത് ശുപാർശക്ക് വേണ്ടി നിൽക്കുമെന്ന് പറയേണ്ട ആവശ്യമല്ല. അവിടെ തന്നെ അവരുടെ ഇലാഹുകൾക്ക് സ്വയം കഴിവില്ല എന്ന് അവർ വിശ്വസിച്ചതിന് ഇമാം റാസി റഹിമഹുല്ല തന്നെ പറയുന്ന മറുപടി അതിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, അദ്ദേഹം അതേ സംഭവത്തിൽ തൊട്ടപ്പുറത്തുള്ള ഒരു ഇബാറത്തിൽ ഇപ്രകാരം പറഞ്ഞതായി കാണാം, മഅ്തിറാഫികും ബിഅന്ന കുല്ലൽ ഖൈറാത്തി ഫിദ് ദുനിയ വൽ ആഖിറത്തി ഇന്നമാ തഹ്സുലു മിൻ റഹ്മത്തില്ലാഹി വ ഇഹ്സാനിഹി. മക്കയിലെ മുശ്രിക്കുകൾ അവർ തിരിച്ചറിഞ്ഞിരുന്നു, പരലോകത്തിലാകട്ടെ ദുനിയാവിലാകട്ടെ അവർക്ക് ലഭിക്കുന്ന എല്ലാ ഖൈറാത്തുകളും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും ലഭിക്കുന്നതാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. അവരുടെ ആലിഹത്തുകളിൽ നിന്ന് ലഭിക്കുന്നതാണെന്നല്ല, അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത് എന്നവർ വിശ്വസിച്ചിരുന്നു. വഅ്തിറാഫികും ബിഅന്ന ഹാദിഹിൽ ഔസാന ലാ തൻഫഉ വലാ തദുറു അൽബത്ത. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യന്മാർ അവർ സ്വയം ഒരിക്കലും ഉപകാരമോ ഉപദ്രവമോ ഏൽപ്പിക്കുകയില്ല, അതൊരിക്കലും സംഭവിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് ഇമാം റാസി റഹിമഹുല്ല അദ്ദേഹം തന്നെ അതേ സന്ദർഭത്തിൽ മറ്റൊരു ഇടത്ത് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അപ്പൊ ഇവരെ ശിർക്ക് സ്ഥാപിക്കാൻ കൊണ്ടുവന്ന ഇബാറത്തുകളുടെ സത്യാവസ്ഥയാണത്. ഒരിടത്ത് പറഞ്ഞത് അത് മുറിച്ചു വായിക്കുകയും അതല്ലെങ്കിൽ അത് മുറിച്ചുകൊണ്ട് ആളുകൾക്ക് പരിചയപ്പെടുത്തുകയും ചില ഭാഗങ്ങൾ മൂടി വെക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ മക്കാ മുശ്രിക്കുകൾക്ക് അവരുടെ ആലിഹത്തുകൾക്ക് സ്വയം കഴിവുണ്ട്, അള്ളാഹു കൊടുക്കാത്ത സ്വയം കഴിവുണ്ട്, അള്ളാഹുവിനെ പോലെ സ്വയം കഴിവുള്ള ആലിഹത്തുകളാണ് അവരുടെ ആലിഹത്തുകളെന്ന് അവർ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇമാം ബൈദാവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം, വതസ്വിയതു മാ യഅബുദുൽ മുശ്രികൂന മിൻ ദൂനില്ലാഹി അൻദാദൻ. മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്ത ആളുകളെ അള്ളാഹുവിലേക്ക് സമപ്പെടുത്തിയത് എങ്ങനെയാണ്? വമാ സഅമു അന്നഹാ തുസാവിഹി ഫീ ദാതിഹി വസിഫാതിഹി. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും അള്ളാഹുവിന്റെ ദാത്തിലും അള്ളാഹുവിന് കടപിടിക്കുന്ന ആലിഹത്തുകളാണ് അവരുടെ ആരാധ്യന്മാരെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. വലാ അന്നഹാ തുഖാലിഫു ഫീ അഫ്ആലിഹി. അള്ളാഹുവിനെ എതിരിടുന്ന ആലിഹത്തുകളാണ് ഇവരുടെ ആലിഹത്തുകൾ എന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. لأنهم لما تركوا عبادته إلى عبادتها. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടതിന് പകരം മറ്റുള്ള ഇലാഹുകളെ ഇബാദത്ത് ചെയ്തപ്പോൾ അവർ അവയെ ആലിഹത്തുകളായി സ്വീകരിക്കുകയും അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പങ്കു ചേർക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. മക്കാ മുശ്രിക്കുകൾക്ക് എന്ത് വിശ്വാസമല്ല, അവരുടെ ആലിഹത്തുകളാണ് സ്വയം കഴിവുള്ളവർ, അള്ളാഹു കൊടുക്കാത്ത സ്വതന്ത്രമായ കഴിവുള്ളവരാണ് അവരുടെ ആലിഹത്തുകളെന്ന് ഒരിക്കൽ പോലും വിശ്വസിച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇമാം റാസി തന്നെ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതായി കാണാം, അജ്മഅ കുല്ലുൽ അംബിയാഇ അലാ അന്ന ഇബാദത ഗൈരില്ലാഹി കുഫ്റുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറമെയുള്ള ആളുകളെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതെല്ലാം കുഫ്റാണ് എന്നതിൽ എല്ലാ അംബിയാക്കളും ഇജ്മാഇലായിട്ടുണ്ട്. സവാഅൻ ഇഅ്തഖദു ഫീ ദാലികൽ ഗൈരി ഇലാഹൻ ലിൽ ആലമി. അവർ ആരാധിക്കുന്ന ആരാധ്യന്മാർ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ഇലാഹുകളാണ് എന്നവർ വിശ്വസിച്ചാലും അവർ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് അള്ളാഹുലേക്ക് അവരെ അടുപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിശ്വസിച്ച് ചെയ്താലും എങ്ങനെ ചെയ്താലും അത് ശിർക്കാണ്, അത് കുഫ്റാണ് എന്ന വിഷയത്തിൽ അംബിയാക്കൾ ഇജ്മാഇലായിട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. മറ്റൊരായത്തിൽ നോക്കൂ, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ കുറിച്ച് പറയാം.
അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. എങ്ങനെയാണ് അവർ വിശ്വസിച്ചിരുന്നത്? ഇല്ലാ വഹും മുശ്രിക്കൂൻ, ഷിർക്ക് വെച്ചവരായിക്കൊണ്ടാണ് വിശ്വസിച്ചിരുന്നത്. ഇപ്പൊ ഷിർക്ക് സംഭവിക്കുക വിശ്വാസത്തിലാണ്. ഇപ്പൊ ഷിർക്ക് സംഭവിക്കണമെങ്കിൽ വിശ്വാസം വേണം. ആ വിശ്വാസത്തിലാണ് ഷിർക്ക് സംഭവിക്കുക. ഈ ആയത്ത് മുശ്രിക്കുകളുടെ തൽബിയത്തുമായി ബന്ധപ്പെട്ട് അവതരിച്ച ആയത്താണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചതായി കാണാം. നസലത് ഹാദിഹിൽ ആയത്തു ഫീ തൽബിയത്തി മുശ്രിക്കി അൽ അറബ്, മുശ്രിക്കുകളായ അറബികളുടെ തൽബിയത്തിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത്. അവർ അള്ളാഹു വിശ്വസിച്ചിരുന്നത് ശിർക്കോട് കൂടിയാണ്. ഇനി മറ്റൊരു ഇബാറത്ത് നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അന്നഹും കാനു മുഖിറീന ബിവുജൂദിൽ ഇലാഹി, അള്ളാഹു ഉണ്ട് എന്നവർ അംഗീകരിച്ചിരുന്നു. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തെളിവുകൾ നമ്മൾ വായിച്ചു. ഇനി ഇല്ല അന്നഹും കാനു യുസ്ബിതൂന ശരീകൻ ഫിൽ മഅബൂദിയ്യത്തി, പക്ഷെ അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം അവർക്കുള്ളതിനോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുകളിൽ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പങ്കാളികൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അവരുടെ ഷിർക്ക് എന്ന് ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഇക്രിമയിൽ നിന്ന്, ഇക്രിമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കണം, മിൻ ഈമാനിഹിം, അവരെ ഈമാനിൽപ്പെട്ടതാണ്. അപ്പൊ നോക്കൂ, അവർക്ക് വിശ്വാസമുണ്ട്. സഹാബിയാണ് പറയുന്നത്. മിൻ ഈമാനിഹിം, മക്കയിലെ മുശ്രിക്കുകളെ ഈമാനിൽപ്പെട്ടതാണ്. പക്ഷെ ആ വിശ്വാസം ശരിയാണോ? അല്ലേ? അല്ല. ആ വിശ്വാസം പൂർണ്ണതയില്ലാത്ത വിശ്വാസമാണ്. ആ വിശ്വാസം കൊണ്ട് അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. പക്ഷെ മിൻ ഈമാനിഹിം, അവരുടെ ഈമാനിൽപ്പെട്ടതാണ് എന്ത്? അള്ളാഹുവാണ് ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കൽ എന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അവർക്ക് ഈമാനുണ്ട്, അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസമുണ്ട്. പക്ഷേ അതോടൊപ്പം അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇമാം റാസി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറയാണ്, ഇഅലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവീഹി ഫിൽ ഇൽമി വൽ ഖുദ്റതി വൽ വുജൂദി വൽ ഹിക്മതി വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഇതുവരെ ലോകത്ത് ഒരാളും തന്നെ വന്നിട്ടില്ല അള്ളാഹുവിനോട് എല്ലാ നിലക്കും ഒരു പങ്കാളിയുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരാളും ഇന്നേ വരെ വന്നിട്ടില്ല. ഇമാം റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പറയാൻ, അദ്ദേഹത്തിന്റെ കാലഘട്ടം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എല്ലാ നിലക്കും കടപിടിക്കുന്ന, അള്ളാഹുവിന്റെ അറിവിലും അള്ളാഹുവിന്റെ ഹിക്മത്തിലും അള്ളാഹുവിന്റെ വുജൂദിലും എല്ലാ നിലക്കും അള്ളാഹുവിനോട് കടപിടിക്കുന്ന ഒരു ഇലാഹുണ്ട് എന്ന് ഇന്നേ വരെ ഒരുവനും വാദിച്ചിട്ടില്ല. അതോടുകൂടി മക്കാ മുശ്രിക്കുകൾ അള്ളാഹുൽ വിശ്വസിച്ചിരുന്നു എന്നത് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. ഇമാം അത്ബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാൻ, ഫലൈസ അഹദുൻ യുശ്രികു ബിഹി ഇല്ലാ വഹുവ മുഅ്മിനുൻ ബിഹി, അള്ളാഹുവിൽ ആരെങ്കിലും ശിർക്ക് വെക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അവന് ഈമാനുള്ളത് കൊണ്ടാണ്. കാരണം ഈമാനിലാണ് ശിർക്ക് സംഭവിക്കുക എന്ന് ഇമാം തബരി റഹിമഹുല്ലാഹ് ഇബ്നു സൈദിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇവർ ഷിർക്ക്, അതിനെ നമ്മൾ താക്കീത് ചെയ്യുമ്പോൾ അതിന് എതിരെ പറയാറുള്ള ഒരായത്താണ് ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം. മക്കയിലെ മുശ്രിക്കുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വാസമുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ഇല്ല, മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിന് വേണ്ടി അവർ കൊണ്ടുവരുന്ന ആയത്താണ് ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം, അവർ അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളാണ് എന്ന ആയത്ത് അവർ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വഹാദാ യദുല്ലു അലാ മൻ അൻകറൽ ബഅസ വൽ ഖിയാമത ഫഹുവ കാഫിറുൻ. ഇവിടെ അള്ളാഹുവിനെ നിഷേധിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ ഖിയാമത്ത് നാളിനെയും ബഅസിനെയും നിഷേധിച്ചത് കൊണ്ടാണ്. ഇപ്പൊ ഖിയാമത്ത് നാളിനെയും ബഅസിനെയും നിഷേധിച്ചവൻ അവൻ കാഫിറാണ് എന്നതാണ് ഈ ആയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഖിയാമത്ത് നാൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിഷേധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുക, വിശുദ്ധ ഖുർആനെ നിഷേധിക്കുക, അത് അള്ളാഹുവിനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം എന്ന് പറഞ്ഞത്.
അതല്ലാതെ അള്ളാഹുവിനെ പൂർണ്ണമായി അവർ നിഷേധിച്ചത് കൊണ്ടല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഇനി മറ്റൊരു ശുബ്ഹത്ത്, ഇവർ ഷിർക്കിനെതിരെ നമ്മൾ താക്കീത് ചെയ്യുമ്പോൾ ഈ സമൂഹത്തിൽ ഷിർക്ക് സംഭവിക്കുന്നു, ഷിർക്കിനെതിരെ ആയത്തുകൾ ഓതുമ്പോൾ ഇവിടെ പറയാറുള്ള ഒരു ന്യായമാണ്, അതല്ലെങ്കിൽ ഇവർ പറഞ്ഞു നടക്കാനുള്ള ഒരു കാര്യമാണ് എന്ത്, മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ വിഷയത്തിൽ വന്ന ആയത്തുകളാണ് ഇന്ന് മുസ്ലിമീങ്ങളായ ആളുകളുടെ കാര്യത്തിൽ ഓതുന്നത്. അത് മക്കയിലെ മുശ്രിക്കുകളുടെ പേരിൽ ഓതപ്പെട്ട അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളാണ്. അത് ഈ നാട്ടിലെ ഇപ്പോൾ നിലവിലുള്ള മുസ്ലിമീങ്ങളുടെ പേരിൽ ഓതുവാൻ പാടില്ല. അത് അസ്ഥാനത്തോതലാണ്, അത് ആക്ഷേപമാണ്, ആരോപണമാണ് എന്നൊക്കെ പറയുന്നതായി കാണുവാൻ സാധിക്കും. പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, വിശുദ്ധ ഖുർആനിൽ മക്കയിലെ മുശ്രിക്കുകൾ അവരെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ അത് മുഅ്മിനീങ്ങൾ കൂടി, അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് കൂടി ബാധകമായ ആയത്തുകളായിരിക്കും. മുഫസ്സിറുകൾ വിശദീകരിച്ചതായി കാണാം, വകുല്ലു ആയത്തിൻ വറദത് ഫീ ദമ്മിൽ കുഫാരി തജുറു ബിദൈലിഹാ അലാ ഉസാത്തിൽ മുഅ്മിനീൻ. കുഫാറുകളുടെ വിഷയത്തിൽ അവതരിച്ച ആയത്തുകൾ ആ ആയത്തിന്റെ പരിധിയിൽ മുഅ്മിനീങ്ങളിൽ ആ തിന്മ ചെയ്യുന്ന ആളുകളും അതിൽ ഉൾപ്പെടും. മക്കയിലെ മുശ്രിക്കുകൾ ശിർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അവരെ ശിർക്കുമായി ബന്ധപ്പെട്ടു വന്ന ആയത്തുകൾ ഇന്ന് മുസ്ലിമീങ്ങൾ അതേ ശിർക്ക് ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ ആ ആയത്തുകളിൽ ഇന്നത്തെ മുസ്ലിമീങ്ങളും ഉൾപ്പെടും. അത് മുഫസ്സിറുകൾക്കിടയിൽ അറിയപ്പെട്ട അടിസ്ഥാനമാണ്. മക്കാ മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്ത് ഇവിടെ ഓതാൻ പാടില്ല, ഇവിടെ ഓതണമെങ്കിൽ ഇവിടെ തന്നെ വേറെ ആയത്ത് ഇറങ്ങണം, അന്ന് അങ്ങനെ വാശി പിടിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ പഠിപ്പിക്കാത്ത കാര്യമാണ്. മക്കാ മുശ്രിക്കുകളുടെ വിഷയത്തിൽ അവതരിച്ച ആയത്ത് അത് മുസ്ലിമീങ്ങളിൽ നിന്ന് ശിർക്കുണ്ട് എങ്കിൽ, അവർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഇതിനു കൂടി ബാധകമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഇമാം തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, വഹാദിഹിൽ ആയത്തു വഇൻ കാനത് ഖിതാബൻ ലിൽയഹൂദി വന്നസാറ ഇല്ലാ അന്നഹാ തജുറു ബിദൈനിഹാ അലാ മൻ തുശ്രികു ബില്ലാഹി ഗൈറഹു മിനൽ മുസ്ലിമീൻ. ഈ ശിർക്കിന്റെ വിഷയത്തിൽ മക്കാ മുശ്രിക്കുകളുടെ കാര്യം മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ജൂതന്മാരുടെയും നസ്രാണികളുടെയും ശിർക്കിനെ കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ആ ശിർക്കിനെ കുറിച്ച് വന്ന ആയത്തുകൾ മുസ്ലിമീങ്ങളിലെ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടി ബാധകമാണ് എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോ മക്ക മുശ്രിക്കുകളുടെ കാര്യത്തിൽ അറിഞ്ഞ ആയത്താണ് ഇന്ന് മുസ്ലിമീങ്ങൾക്കെതിരിൽ ഓതുന്നത് എന്നതിന് പണ്ഡിതന്മാർ തന്നെ വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ശിർക്കിന് വേണ്ടി നമ്മുടെ കേരളത്തിലടക്കം ശിർക്കിന് തെളിവ് പിടിക്കാൻ അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യാം എന്നതിന് തെളിവ് പിടിച്ചുകൊണ്ട് ഇവർ ഓതുന്ന ആയത്താണ് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅ്ബദൂൻ എന്ന ശിർക്കിന്റെ മുനയൊടിക്കുന്ന ഈ ആയത്ത്. യഥാർത്ഥത്തിൽ ഇത് ഷിർക്കിന്റെ അടിവേരറുക്കുന്ന ആയത്താണ്. ഈ ആയത്താണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുവാൻ ഇവർ തെളിവ് പിടിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സ്വഹീഹായ ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും ഷിർക്കിനെ ന്യായീകരിക്കാൻ ആരെങ്കിലും ഒരു കാര്യം തെളിവ് കൊണ്ടുവന്നാൽ അതിൽ തന്നെ അവർക്കുള്ള മറുപടി ഉണ്ടായിരിക്കും. എന്താണ് ഈ ആയത്തിന്റെ വിശദീകരണം? ഈ ആയത്ത് എന്താണ്? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, അല്ലാഹുവിന്റെ റസൂലെ താങ്കൾക്ക് മുമ്പ് നാം അയച്ച പ്രവാചകന്മാരോട് ചോദിക്കുക. കണ്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുൻപുള്ള പ്രവാചകന്മാരോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഔലിയാക്കളോട് അമ്പിയാക്കളോടൊക്കെ ചോദിക്കാം എന്നാണ്. എന്താണ് ചോദിക്കേണ്ടത്? അജഅൽനാ, നാം നിശ്ചയിച്ചിട്ടുണ്ടോ, മിൻ ദൂനിർ റഹ്മാനി, റഹ്മാനായ റബ്ബിന് പുറമെ, ആലിഹത്തൻ, വല്ല ഇലാഹുകളെയും, യുഅ്ബദൂൻ, വിളിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന, വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ഏതെങ്കിലും ആലിഹത്തുകളെ നാം നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇവിടെ ചോദിക്കുക എന്നുള്ളത് അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കാനുള്ള തെളിവായി ഇവർ പറയുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതിനെ വ്യക്തമായി മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരിൽപ്പെട്ട ഇമാം അൽ ബഗവി, മുഫസ്സിറുകളിൽ പ്രസിദ്ധനായ ഇമാം ബഗവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മുൻപുള്ള പ്രവാചകന്മാരോട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ
അഹ്ലുൽ കിതാബിൽപ്പെട്ട മുഅ്മിനീങ്ങളോട് ചോദിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഭൂരിഭാഗം മുഫസ്സിറുകളും വിശദീകരിച്ച കാര്യമാണ്. അഥവാ അബ്ദുല്ലാഹിബ്നു സലാം, സൽമാനുൽ ഫാരിസി, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരെ പോലെ അഹ്ലുൽ കിതാബിൽ നിന്ന് മുഅ്മിനീങ്ങളായ സ്വഹാബികളുണ്ട്. അവരോട് ചോദിക്കുവാനാണ് കൽപ്പനയുള്ളത്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് റഹിമഹുല്ലാഹ്, ഇമാം ഖതാദ, ഇമാം അൽ-ലഹാഖ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ്. ഇത് തഫ്സീറു തബരിയിൽ ഇമാം തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. ഇമാം തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വഅൗലൽ ഖൗലൈനി ബിസ്സവാബി ഫീ തഅവീലി ദാലിക. മുർസലീങ്ങളോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനത്തിൽ ഏറ്റവും ശരിയായ വ്യാഖ്യാനം എന്നാൽ സൽ മുഅ്മിനി അഹ്ലുൽ കിതാബ്, മുഅ്മിനീങ്ങളായ അഹ്ലുൽ കിതാബുകാരോട് ചോദിക്കാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചില മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാം, ഇസ്രായിന്റെ രാത്രിയിൽ പ്രവാചകന്മാരെ കാണുമ്പോൾ അപ്പോൾ ചോദിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നും മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഹാദാ ഹുവ സ്വഹീഹു ഫീ തഫ്സീരി ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ തഫ്സീറിൽ ഏറ്റവും ശരിയായ അഭിപ്രായം അതാണ്. ഇത് ഒരുപാട് മുഫസ്സിറുകൾ, അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ്, ഇമാം അസ്സുഹരി, സഈദ് ഇബ്നു ജുബൈർ തുടങ്ങിയ മുഫസ്സിറുകളെല്ലാം ഇതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ ഇത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കാനാണ് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്ക്, ഇതൊക്കെ വിശദീകരിച്ച ഒരു മുഫസ്സിറുകൾ പോലും അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യാനുള്ള തെളിവായി ഇത് പറഞ്ഞിട്ടില്ല. മുർസലീങ്ങളോട് ചോദിക്കൂ എന്ന് പറഞ്ഞതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുത്ത പണ്ഡിതന്മാരാരും അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കാനുള്ള തെളിവായി ഈ ആയത്ത് പറഞ്ഞിട്ടില്ല. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കാം എന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പണ്ഡിത ലോകത്ത് ഒട്ടും പരിചയമില്ലാത്തൊരു വാദമാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാനുള്ള തെളിവായി ഇതിനെ കൊണ്ടുവരിക എന്നുള്ളത്. ഇനി മറ്റൊരു വിഷയം, അംബിയാ മുർസലീങ്ങളോട് ചോദിക്കാൻ സാധിക്കും. അതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, كيف أمر النبي صلى الله عليه وسلم أن يسأل الرسل المتقدمين وهو لم يدركهم. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുക മുർസലീങ്ങളോട് ചോദിക്കാൻ വേണ്ടി? കാരണം മുർസലീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ സാധിക്കുകയില്ല, അവരോട് ചോദിക്കാൻ സാധിക്കുകയില്ല. അത് അസംഭവ്യമായ കാര്യമാണ്. ഇപ്പൊ എങ്ങനെയാണ് ചോദിക്കുക? ഫൽ ജവാബു മിൻ സലാസത്തി ഔജുഹ്, 3 തരത്തിലാണ് അതിലുള്ള മറുപടി. എന്നിട്ട് അദ്ദേഹം ആ ആയത്തിന്റെ വിശദീകരണം, നമ്മൾ മുൻപ് പറഞ്ഞ വ്യാഖ്യാനങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ലിസ്തിഹാലത്തി സുആലിഹി മൻ മദാ മിൻഹും. മുർസലീങ്ങളോട് ചോദിക്കുക എന്നുള്ളത് ഇസ്തിഹാലത്തുള്ള കാര്യമാണ്, അസംഭവ്യമായ കാര്യമാണ്. മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരോട് ചോദിക്കുക എന്നുള്ളത് അസംഭവ്യമാണ്, അത് നടക്കൂല, അത് സാധിക്കുകയില്ല എന്ന് ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് പറയുകയാണ്. അപ്പൊ ആരോടാണ് ചോദിക്കേണ്ടത്? നമ്മൾ മുൻപ് പറഞ്ഞ വ്യാഖ്യാനങ്ങളാണ് അതിനുള്ള മറുപടി. ലൈസൽ മുറാദു ബിസുആലി റുസുലി ഹഖീഖത സുആലി ലിഇഹാലതിഹി. പ്രവാചകന്മാരോട് ചോദിക്കാൻ പറഞ്ഞത് നേരിട്ട് പോയി യഥാർത്ഥത്തിൽ ചോദിക്കുക എന്നുള്ളതല്ല, അതൊരിക്കലും നടക്കുകയില്ല എന്ന് ഇവരുടെ ഇമാമായ സമഖ്ശരി തന്നെ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബുകളിലും ഇമാം റാസിയുടെ കിതാബുകളിലും ഇത് കാണാൻ സാധിക്കും. ഫഹാഹുന സുആലുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ അംബിയാ അല്ലദീന കാനൂ ഖബ്ലഹു മുംതനിഉൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപുള്ള പ്രവാചകന്മാരോട് ചോദിക്കുക എന്നുള്ളത് അത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് എന്ന് ഇമാം റാസി തന്നെ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം ആശൂർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫഇന്ന സുആലഹു റുസുല അല്ലദീന മിൻ ഖബ്ലിഹി മുതഅദ്ദിറുൻ അലൽ ഹഖീഖതി. മുൻപുള്ള പ്രവാചകന്മാരോട് ചോദിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് എന്ന് ഇമാം ആശൂർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അപ്പൊ നോക്കൂ, ഇതിന്റെ വ്യാഖ്യാനതാണ്. ഇത് വ്യാഖ്യാനിച്ച് ഒരു പണ്ഡിതന്മാരും
മുത്തഖദ്ദിമീങ്ങളായ മുൻകാലക്കാരായ സ്വീകാര്യയോഗ്യന്മാരായ മുഫസ്സിറുകളൊക്കെ വിശദീകരിച്ച് ഇങ്ങനെയാണ്. അവര് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുവാൻ ഈ ആയത്ത് തെളിവ് പിടിച്ചിട്ടില്ല. നേരെ മറിച്ച് ശിർക്കിനെ പൊളിക്കുന്ന, തൗഹീദിനെ സ്ഥാപിക്കുന്ന ആയത്താണ്. അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. റഹ്മാനായ റബ്ബിന് പുറമെ ആരാധിക്കപ്പെടുന്ന വല്ല ഇലാഹുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടാൻ, മഹാന്മാരോട് തേടാൻ തെളിവ് പിടിക്കുന്ന മറ്റൊരു സംഭവമാണ് അന്ധനായ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ശഫാഅത്തിനെ ചോദിക്കുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ ഒരു അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്തു, അതല്ലെങ്കിൽ ശഫാഅത്ത് ചോദിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യാപകമായി ജനങ്ങൾക്കിടയിൽ പറയപ്പെടുന്ന ഒരു സംഗതിയാണ്. ഇമാം തിർമിദി ഉദ്ധരിച്ച ഒരു സംഭവത്തിൽ ഒരു കണ്ണ് കാണാത്ത വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ്. എന്നിട്ട് ഉദ്ഉല്ലാഹ അയ്യുആഫിയനി, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എനിക്ക് ആഫിയത്ത് നൽകാൻ താങ്കൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. കണ്ണിന് കാഴ്ചയല്ല, അപ്പൊ കാഴ്ച ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ശിഅത ദഅഉതു ലക വ ഇൻ ശിഅത സബർത ഫഹുവ ഖൈറുൻ ലക. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നീ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് ഖൈറായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഉദ്ഉഹു, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥന അതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്, സ്വബർ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ 2 റക്അത്ത് നിസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ പറഞ്ഞു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, വ അതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ തിരിയുന്നു, ബിനബിയ്യിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മാൻ, നിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തിക്കൊണ്ട് നിന്നിലേക്ക് ഞാൻ തിരിയുന്നു. എന്നിട്ട് യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ്, ഇന്നി തവജ്ജഹ്തു ബിക, ഞാൻ താങ്കളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, ഇലാ റബ്ബി, എൻ്റെ റബ്ബിലേക്ക്, താങ്കളെ മുൻനിർത്തി അള്ളാഹുവിലേക്ക് ഞാൻ തിരിഞ്ഞിരിക്കുന്നു, ഫീ ഹാജതി ഹാദിഹി, എൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി, ഫതുഖ്ബാലി, അങ്ങനെ ആ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി, അല്ലാഹുമ്മ ഫശഫിഅഹു ഫിയ വശഫിഅനി ഫീഹി, അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നീ സ്വീകരിക്കണേ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന എൻ്റെ ഈ തേട്ടവും നീ സ്വീകരിക്കണേ എന്ന ഈ ഒരു സംഭവം തെളിവാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് കൊണ്ട് അള്ളാഹുവിനോട് ഇടത്തേട്ടം തേടാം, അതല്ല ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്ത് ആയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടാം എന്നതിനെ ആളുകൾ തെളിവാക്കുന്നതായി കാണുവാൻ സാധിക്കും. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇതാ ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിച്ച സംഭവമാണ്. ചില ഉലമാക്കൾ ഇതിനെ സഹീഹാക്കിയിട്ടുണ്ട്, ഹസനാക്കിയിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ ഇതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ചിലർ ഇതിനെ സഹീഹ ഹസനാക്കി, ചിലർ ഇത് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാലിഹ് ആലു ഷെയ്ഖ് ഹഫിദഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ത്വബറാനിയുടെ മുഅ്ജമുസ് സഗീർ എന്ന കിതാബിൽ ഒരു വലിയ റിവായത്ത് കാണാം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ദുആ ചെയ്തു എന്നാണുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇമാം തുർമിദി ഉദ്ധരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലുള്ള ആ സംഭവം അത് സ്വഹീഹാണ് എന്ന അഭിപ്രായമുണ്ട്, ദഈഫാണ് എന്ന അഭിപ്രായമുണ്ട്. എന്നാൽ ഇമാം ത്വബറാനി മുഅ്ജമുസ് സഗീറിൽ ഉദ്ധരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമുള്ള സംഭവം അത് ദഈഫാണ്. ആ ഹദീസിന്റെ പരമ്പരയിൽ ചില മജാഹീലുകളുണ്ട് എന്നാണ്
സാലിഹ് ആലു ഷെയ്ഖ് ഹഫിദഹുല്ലാ അദ്ദേഹത്തിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വഫാത്തിന് ശേഷമുള്ളത് ദഈഫാണ്. ഇനി വഫാത്തിന് മുമ്പുള്ളതോ അതിൽ ചർച്ച ഉണ്ട്. ദഈഫാണ് എന്ന അഭിപ്രായമുണ്ട്, സ്വഹീഹാണ് എന്ന അഭിപ്രായമുണ്ട്. ഇനി സ്വഹീഹാണെന്ന് തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് ജാഹ് കൊണ്ട് അള്ളാഹുവിനോട് ഇടത്തേട്ടം നടത്താനോ ഔലിയാക്കളോട് അവരുടെ ഹക്ക് ജാഹ് കൊണ്ട് ഇടത്തേട്ടം നടത്താനോ മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കുവാനോ ഇതിൽ തെളിവില്ല. കാരണം അയാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉദ്ഉല്ലാഹ അയ്യുആഫിയനി, നേരിട്ട് വന്ന് ചോദിക്കണത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അനുവദിക്കപ്പെട്ട ശറഈൽ അനുവദിക്കപ്പെട്ട തവസ്സുലാണ്. തന്നേക്കാൾ ഖൈറായ ഒരാളെ കാണുമ്പോൾ അയാളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ അയാളോട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണമെന്ന് പറയൽ അത് അനുവദിക്കപ്പെട്ട തവസ്സുലാണ്. ആ തവസ്സുലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശഫാഅത്തിന് വേണ്ടിയാണ് ആ കണ്ണു കാണാത്ത വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതും അദ്ദേഹത്തിന്റെ കാഴ്ച അത് തിരിച്ചു കിട്ടിയതും. അപ്പൊ ഇതിൽ യാതൊരു നിലക്കുമുള്ള സംശയമില്ല. ചില പണ്ഡിതന്മാർ ഇത് ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് സ്വഹീഹാണെന്ന് വെക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ ഈ പറഞ്ഞതുപോലെ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുവാനോ അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് തേടുവാനോ ഇതിൽ തെളിവില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയി അള്ളാഹുവിന്റെ റസൂലിനോട് ദുആ ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന അനുവദിക്കപ്പെട്ട തവസ്സുലിന് മാത്രമേ ഈ ഹദീസ് അത് സ്വഹീഹാണെന്ന് വെച്ചാൽ പോലും തെളിവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ പോയി ശഫാഅത്ത് തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുവാനുള്ള തെളിവായി, അതല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കുവാൻ തെളിവായി പറയുന്ന ഒരായത്താണ്. അവർ സ്വയം അക്രമം ചെയ്ത് താങ്കളുടെ അരികിലേക്ക് വന്നാൽ എന്നിട്ട് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടിയാൽ അള്ളാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി പാപമോചനം തേടിയാൽ എന്ന് പറഞ്ഞ ഈ ആയത്ത് മുനാഫിഖുകളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ആയത്താണ് എന്ന് ഇമാം തബരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്ന ഒരു സംഭവം പ്രചരിപ്പിച്ച് അത് മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കുവാനുള്ള സഹായം തേടാനുള്ള തെളിവാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ദഈഫും ദുർബലവുമായ കാര്യമാണ്. ആ അറാബി ആരാണ് എന്ന വിഷയത്തിൽ ഒരു ഉറപ്പുമില്ല. ആ അറാബി ഒരു കാഫിറാണോ മുസ്ലിമാണോ ആരാണ്, അത് സ്വഹീഹാണോ അത് ദഈഫാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ശക്തമായ അത് ദഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ ഇരുന്ന് കരഞ്ഞ ആ സംഭവം അത് ദഈഫാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ മരിച്ചുപോയ ഔലിയാക്കളോടോ അമ്പിയാക്കളോടോ സഹായം തേടാനുള്ള തെളിവല്ല എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത്തരം വിഷയങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശുബ്ഹത്തുകൾ, ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ആളുകൾക്കിടയിൽ സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഇത്തരം ദുർന്യായങ്ങളും ഇത്തരം ചില തെളിവുകൾ, ദുർബലമായ തെളിവുകൾ, കാമ്പില്ലാത്ത തെളിവുകൾ പിടിച്ചുകൊണ്ട് ശിർക്കിനെ ന്യായീകരിക്കുന്നതെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക, അത് പൊള്ളയാണ്, അത് നിരർത്ഥകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും തൗഹീദിൽ അടിയുറച്ചു നിൽക്കുവാനും ഷിർക്കിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലാ വഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി
وعلى آله وأصحابه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.